അതായത് എന്നെ അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. ലൈക്ക് ഞാൻ കുറച്ച് ഒബേസ് ആയിരുന്നു ആ ടൈമിൽ. അപ്പം അതിൻ്റെ പേരിൽ കുറച്ചിങ്ങനെ ബുള്ളിങ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്കൂൾ ടൈമിൽ. ഒന്നും ഒരു ക്വിക്ക് റിസൾട്ട് കിട്ടുന്ന സാധനമല്ല ഒരു കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കാമായിട്ട് മൈൻഡും അതിന് സെറ്റ് ചെയ്യണം. പക്ഷെ അന്നും ഈ ജിസ്മ അല്ലായിരുന്നു എൻ്റെ മുന്നിൽ ഇരുന്ന ജിസ്മ. ഞാൻ ഓർക്കുന്ന ജിസ്മ യു ഹാഡ് കേളി ഹെയർ, കുറച്ച് പെരിയോറൽ പിഗ്മെന്റേഷൻ, ചുണ്ടിന് ചുറ്റും ഒരു പിഗ്മെന്റേഷൻ ഉണ്ടായിരുന്നു, നെക്കിൽ പിഗ്മെന്റേഷൻ ഉണ്ടായിരുന്നു. അതിലോട്ട് വരാൻ നമ്മൾ എല്ലാവരുടെയും വിചാരം ഞാൻ ജിസ്മയ്ക്ക് ഒത്തിരി ഐ വി ഗ്ലൂട്ട തന്നു എന്നാണ്. എനിക്കത് ട്രോമയായി. എനിക്ക് PTSD ഉണ്ട്. ഇപ്പോൾ പോസ്റ്റ് ട്രോമാറ്റിക് സിൻഡ്രോം ഉണ്ട്. ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ചെറുപ്പം തൊട്ടേ പുറത്തുനിന്ന് അവിടെ നിന്ന് എല്ലാം കേട്ടത് കഴിച്ചിട്ടാണ് ഇങ്ങനെ വണ്ണം വെക്കുന്നത്. അന്ന് പിന്നെ കഴിക്കാതിരിക്കാം, കഴിക്കൽ കുറയ്ക്കാം. നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് ഇഫ് ദേ സേ നോ ടു യു, യു ബെറ്റർ ലിസൺ ടു ദാറ്റ്. ഒരു മനുഷ്യന് ഇതുവരെ ഐഡന്റിഫൈ ആയിട്ടില്ല. ഞാൻ ഫില്ലർ ഞാൻ ലിപ്പിൽ ഫില്ലർ ചെയ്തിട്ടുണ്ട്, അണ്ടർ ഐ ചെയ്തിട്ടുണ്ട്, ആരും കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. പെർഫെക്റ്റ്ലി ഫൈൻ. ഞാൻ ചെയ്ത കാര്യങ്ങൾ പറയാൻ എനിക്ക് ഒരു മടിയില്ല. അതാ ഞാൻ പറഞ്ഞു, ഞാൻ ഗ്ലൂട്ടത്തായോ ഞാൻ ചെയ്തിട്ടില്ല. സ്കിൻ കെയർ എന്ന് പറയുമ്പം എല്ലാവരുടെയും ധാരണ ഓവർനൈറ്റ് റിസൾട്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പം വൈറ്റനിങ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് എല്ലാവരും ചിന്തിച്ചു വച്ചേക്കുന്നത്. സോ അങ്ങനത്തെ കുറച്ച് തെറ്റിദ്ധാരണകൾ മാറ്റാനായിട്ടാണ് ഇന്ന് എൻ്റെ കൂടെ റിയൽ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ അണ്ടർഗോ ചെയ്തൊരു ക്യാരക്ടർ എൻ്റെ കൂടെ ഉള്ളത്, ജിസ്മ. ഹായ്. ഹലോ ജിസ്മ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പം ജിസ്മയുടെ സ്കിൻ കെയർ ജേർണിയുടെ തുടക്കം, അതായത് ജിസ്മ എപ്പോഴാണ് റിയലൈസ് ചെയ്തത് ഇങ്ങനെ ഒരു 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 സ്കിൻ കെയറിലോട്ട് പോകണം? ട്രാൻസ്ഫോർമേഷനെ പറ്റി ഞാൻ സംസാരിക്കുന്നില്ല, സ്കിൻ കെയർ എന്നൊരു കോൺസെപ്റ്റിലേക്ക് ജിസ്മ എപ്പോഴാണ് എത്തിപ്പെടുന്നത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ സമയത്ത്, അതുവരെ നമുക്കങ്ങനെ സ്കിൻ പരിപാടിനെ കുറിച്ചൊന്നും അറിയത്തില്ല. മേല് കഴുകുന്ന സോപ്പ് വെച്ച് തന്നെ മുഖം കഴുകും. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉള്ളതായിട്ട് തന്നെ അറിയത്തില്ല. 10th ഒക്കെ കഴിഞ്ഞ സമയത്താണ് മാഗസിൻസിലൊക്കെ ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഫേസ് വരുമ്പോൾ ഇങ്ങനെ ഭയങ്കര അതെന്തായിരിക്കും അങ്ങനെ, വാട്ട് ഈസ് ദ ഡിഫറൻസ്, എൻ്റെ മുഖം എന്താ അങ്ങനെ ഇരിക്കുന്നത്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതെന്താണ് ആ ഡിഫറൻസിന് കാരണം, എന്താണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അതൊന്നും അറിയത്തില്ല. ആ സമയത്ത് എനിക്ക് പിമ്പിൾസ് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഞാൻ 10th ഒക്കെ കഴിഞ്ഞ സമയത്താണ് അത് നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു കാരണവശാലും ഇങ്ങനെ ഒരു സ്കിൻ കെയർ എന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തിങ്കിങ്ങേ അവർക്ക് വരില്ല അല്ലേ. പഠിക്കുന്നതിന് പഠിത്തം മാത്രമായിരിക്കും അങ്ങനെ ആ സമയത്തുള്ള നമ്മുടെ ഒരു ഫോക്കസ് തന്നെ. പക്ഷെ ആ ഒരു സമയത്ത് ജിസ്മ സ്കിൻ കെയർ എന്നൊരു സംഭവം അന്ന് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അതൊരു പ്രയോറിറ്റിയേ ആയിരിക്കില്ല. ആ ഒരു സമയത്ത് ജിസ്മയ്ക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ ബിഗ് തിങ് അല്ലേ. അതെ, ബിക്കോസ് നമുക്ക് ആ സമയത്ത് ഫോണൊന്നും ഇല്ലല്ലോ സ്വന്തമായിട്ട്. അപ്പം ഇങ്ങനത്തെ ഒരു കാര്യത്തിനെ കുറിച്ച് ലേൺ ചെയ്യാനുള്ള എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, വായിച്ചു നോക്കണം എന്താ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ. അപ്പോൾ ന്യൂസ് പേപ്പർ കട്ടിങ്സ് അല്ലെങ്കിൽ മാഗസിൻസിൽ വരുന്നത്, ടി വിയിൽ എന്തെങ്കിലുമൊക്കെ ബിറ്റ്സ് ആൻഡ് പീസസ് ഇങ്ങനെ ആരെങ്കിലും ഷെയർ ചെയ്യുന്നത്, അതിൽ നിന്നൊക്കെ കുഞ്ഞു കുഞ്ഞു ഇൻഫർമേഷൻസ് കിട്ടാറുണ്ട്. സ്കിൻ കെയർ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. മാഗസിൻസിലെ ബ്യൂട്ടി ടിപ്സ്, അതെ, ചെറിയ ടിപ്സ് ഒക്കെ വരും. തൈര് അപ്ലൈ ചെയ്യുക, അതെ, തൈര് തേക്കുക, കടലമാവ് തേക്കുക, പിന്നെന്താ നല്ല ഉരച്ച് തേച്ച് കുളിക്കുക, ഇഞ്ചി ഇട്ട് കുളിക്കുക, പിന്നെ എന്താ തക്കാളി അരച്ച് തേക്കുക, അങ്ങനെ ഞാൻ മഞ്ഞൾ തേക്കുക, രക്തചന്ദനം തേക്കുക, ഇങ്ങനെ ഈ പരിപാടികളെല്ലാം ഞാനൊരു 12th ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ സ്റ്റാർട്ടഡ് അപ്ലൈയിങ് ഇറ്റ് ഓൺ സ്കിൻ. അതുവരെ എനിക്ക് പിമ്പിൾസിന്റെ പ്രശ്നം ഇല്ലായിരുന്നു. ചെയ്തപ്പം ജിസ്മയ്ക്ക് എങ്ങനെയായിരുന്നു അതിൻ്റെ ആ ഒരു ഫീലിംഗ് എന്തായിരുന്നു? യു ഫെൽറ്റ് ഗുഡ് അബൌട്ട് ഇറ്റ് ഓർ എന്തോ ഇങ്ങനെ ചെയ്യുന്നു, ഞാനും ഒരു അതിനുവേണ്ടി ഒരു എഫേർട്ട് ഇടുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ആദ്യം. റിസൾട്ട് ആയിട്ടൊന്നും എനിക്ക് അറിയത്തില്ല അത്, പക്ഷെ ചെയ്യുന്നതിലുള്ള ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു. സെൽഫ് കെയർ അല്ലേ. അതെ. പിന്നെ ഞാൻ കോളേജൊക്കെ തുടങ്ങിയപ്പോഴാണ് ഫോൺ ആദ്യമായിട്ട് കയ്യിലേക്ക് കിട്ടുന്നത്, മൊബൈൽ കിട്ടുന്നത്. അപ്പം ഇന്റർനെറ്റ് ആക്സസ് ആയി, ലാപ്ടോപ്പായി. അപ്പം അപ്പോഴാണ് ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് അബൌട്ട് ഇറ്റ്. സെർച്ച് ചെയ്ത് അങ്ങനെ തന്നെ വായിക്കാനൊക്കെ തുടങ്ങി. അപ്പം ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സ്കിന്നിന് തന്നെ ഒരാളുണ്ട് എന്ന് അപ്പോഴാണ് അറിയുന്നത്. അത് പറയുമ്പോഴാണ് ഞാൻ MBBS ഒക്കെ കഴിഞ്ഞ് MD എടുക്കാനായിട്ട് ഡെർമറ്റോളജിയാണ് എനിക്ക് കിട്ടിയത്. അതും അന്നത്തെ സമയത്ത്, ഇത് 2010 ഡെർമറ്റോളജി ആർക്കും താല്പര്യമില്ലാതിരുന്നൊരു ഫീൽഡായിരുന്നു. അപ്പം ഡെർമറ്റോളജി ഞാൻ എടുത്തപ്പം ഒത്തിരി ക്രിറ്റിസിസം ഞാൻ ഫേസ് ചെയ്തിരുന്നു. അതായത് എന്താ ഇത് ഇത്രയും ഇതാണോ എടുത്തത്, ഗൈനക്കിന് പൊക്കൂടെ, അല്ലെങ്കിൽ പീഡിയാട്രിക്സിന് പൊക്കൂടെ എന്നൊക്കെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. അതായത് ഡെർമറ്റോളജി ആർക്കും താല്പര്യമില്ലാത്തിരുന്ന ഒരു സമയത്താണ് ഞാനൊക്കെ ജോയിൻ ചെയ്യുന്നത്. ഒരുപക്ഷെ ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും ഞങ്ങളുടെയൊക്കെ ഭാഗ്യത്തിന് നിങ്ങൾക്കൊക്കെ ആ ഒരു ആഗ്രഹങ്ങളും അവയർനെസ്സും വന്നു തുടങ്ങിയതും. അതെ. എനിക്ക് തോന്നുന്നു ആ ടൈമിൽ കുറച്ചും കൂടെ ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി, വേറെ സംതിങ് സ്കിൻ റിലേറ്റഡ് ആയിട്ട്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളത് മുഖമാണ്,
അവിടെ നമ്മൾ ബോഡിയിൽ ചെയ്യുന്ന പോലെ എല്ലാം വാരി പൊത്താൻ പാടില്ല എന്നുള്ളതൊക്കെ ഐ സ്റ്റാർട്ടഡ് റീഡിങ് അബൌട്ട് ഇറ്റ്. എനിക്കും ആ ടൈമിൽ അത് കുറച്ചും കൂടെ ഇറ്റ് വാസ് ഒരു ബൂം പോലെ പെട്ടെന്ന് ആൾക്കാരിലേക്ക് ഐ തിങ്ക് എനിക്ക് ആ സമയത്താണ് അങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കൺസൾട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ വീട്ടിൽ അവതരിപ്പിക്കുന്നതൊക്കെ ഭയങ്കര പേടിയുള്ള ഒരു അതെ വിഷയമായിരുന്നു. അതെ അതെ. ഒരു ഡോക്ടറെ അടുത്തൊരു അസുഖം വരുമ്പോഴല്ലേ അതെ, പോവുള്ളൂ. നമ്മൾ ഡോക്ടറെ കാണാൻ മരുന്ന് മേടിക്കാൻ പോകുന്നത്, മരുന്ന് മുഖം വാങ്ങാൻ. കാണിക്കാൻ, സ്കിന്ന് കാണിക്കാൻ എന്നൊക്കെ പറഞ്ഞ് എന്തിനാ അങ്ങനെ പോകേണ്ട ബിക്കോസ് ആവശ്യം? ഞാനൊക്കെ എം ഡിക്കൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും ഈ ചൊറിയും ചരങ്ങും അതാണോ പഠിക്കാൻ പോകുന്നത്, വേറെ ഒന്നും ഇല്ലേ, അങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ ഒരു ഫീഡ്ബാക്ക്. റിലേറ്റീവ്സിൻ്റെയും ഫാമിലി ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെ ഇതാണോ പോകുന്നത്, ഇത് ആർക്കാ ഇൻട്രസ്റ്റ്, ഒരു ആർക്കും വേണ്ടാത്ത ഫീൽഡല്ലേ എന്നൊക്കെ പറയുമായിരുന്നു. സോ അപ്പോൾ ഞാൻ അതിൽ മനസ്സിലാക്കുന്ന ജിസ്മയ്ക്ക് ആ ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വന്നു ദാറ്റ് ഓക്കെ, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടാലേ എൻ്റെ കൺസേൺസ് ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെ ഒരു കൺസേൺസ് എന്തായിരുന്നു, വല്ല ഇൻസെക്യൂരിറ്റീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇൻസെക്യൂരിറ്റീസേ ഉണ്ടായിരുന്നുള്ളൂ ആ ടൈമിൽ. ആ. അതായത് എന്നെ അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, ലൈക്ക് എൻ്റെ ഞാൻ കുറച്ച് ഒബേസ് ആയിരുന്നു ആ ടൈമിൽ. അപ്പം അതിൻ്റെ പേരിൽ കുറച്ചിങ്ങനെ ബുള്ളിങ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്കൂൾ ടൈമിൽ. ബുള്ളിങ് ആസ് എങ്ങനെ? ഭയങ്കര ഒറ്റപ്പെടുത്തലും, സ്കൂളിലൊക്കെ പിള്ളേർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു പേരിട്ട് വിളിക്കും, കളിയാക്കും. ഈവൻ ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വരെ ഐ ഹാഡ് ഫേസ്ഡ് കുറച്ച് ബാഡ് അത് ആയിട്ടുള്ള മെമ്മറീസ് ഉണ്ട് എനിക്ക്. അതാണ് ചില കുട്ടികൾ കൺസൾട്ടേഷന് വരുമ്പോൾ റൂമിൻ്റെ അകത്ത് വല്ലാണ്ടിരുന്ന് ദേ ജസ്റ്റ് ബ്രേക്ക് ഡൗൺ പറയും. സ്കൂളിലെ ഒരു പ്രോഗ്രാമിന് ഞങ്ങളെ മാറ്റി നിർത്തുക, That was ഞങ്ങൾ there. ഉണ്ടല്ലേ, ഞങ്ങളെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ആ കുട്ടി ബാക്കിൽ നിന്നാൽ മതി എന്ന് പറയുക. അപ്പം ആ കുട്ടികളുടെ സെൽഫ് എസ്റ്റീമിനെ തന്നെ അത് വല്ലാണ്ട് ബാധിക്കുന്നതായിട്ട് ഞാൻ കാണാറുണ്ട്. അപ്പോൾ പേരൻസ് വന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവൾ പുറത്തോട്ട് ഇറങ്ങുന്നില്ല, ആരെയും മീറ്റ് ചെയ്യാൻ കൂട്ടാക്കുന്നില്ല. നമ്മൾ ടീച്ചേഴ്സ് എന്നൊക്കെ പറയുമ്പം നമ്മളെ ശരിയിലോട്ട് നയിക്കുന്ന ആൾക്കാരെന്നല്ല ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ. പക്ഷെ അവിടുന്ന് തന്നെ ഒരു ക്രിറ്റിസിസം പോലെ, അല്ലെങ്കിൽ ഒരു നോട്ട് ബുള്ളിങ് എക്സാക്ട്ലി, ഒരു എന്താ പറയുക, അവരെ മാറ്റി നിർത്തുക എന്നൊരു ഒരു ചിന്ത വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് അത് അക്കാഡമിക്സിനെയും ഭയങ്കര മോശമായിട്ട് ബാധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, മേ ബി അവരും അവരുടെ ഒരു ടീനേജ് പീരീഡിലല്ലോ നമ്മളെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് വരുന്നത്. അവർക്കും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കാം, പക്ഷെ മീഡിയം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഞാൻ അങ്ങനത്തെ ഒരു കൺസേൺ കുട്ടികളുടെ അടുത്തുനിന്ന് ഉണ്ട്, ഇപ്പോഴും കേൾക്കാറുണ്ട്. ഉണ്ട്. ബട്ട് ഐ ഫീൽ സാഡ് അബൌട്ട് ഇറ്റ്. കാരണം ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ പറയാന്ന് വെച്ചാൽ അല്ലേ? അതിപ്പോഴും ഞങ്ങൾ എൻ്റെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ വി മീറ്റ് ഞങ്ങളത് ഡിസ്കസ് ചെയ്യാറുണ്ട്. കുറച്ച് പേർക്കൊക്കെ അങ്ങനത്തെ എക്സ്പീരിയൻസസ് സ്കൂൾ ടൈമിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ടൈം, ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നത് നമ്മളത് എടുക്കുമല്ലേ സീരിയസ് ആയിട്ട്. അപ്പം നമ്മൾ ഒരു വെറും ഓർഡിനറി പേഴ്സൺ ആണ്, നമുക്കങ്ങനെ നമ്മളങ്ങനെ അങ്ങ് അടിച്ചമർത്തൽ ഭയങ്കരമായിട്ട് അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇൻസെക്യൂരിറ്റീസിൻ്റെ മേജർ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു എൻ്റെ സ്കൂൾ പീരീഡ് എന്ന് പറയുന്നത്. +1 +2 ഒക്കെ ആയപ്പോഴത്തേക്കും ലൈക്ക് ഞാൻ പഠിച്ചത് ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ പഠിച്ചത് മലയാളം മീഡിയം സ്കൂളിലാണ്, സ്റ്റേറ്റ് സിലബസിലെ പിള്ളേർ. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ഭയങ്കര സ്നേഹമുള്ള പിള്ളേരാണ്. എനിക്ക് അതിൻ്റെ ഡിഫറൻസ് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്താണ്. ജിസ്മ അത് ഉൾക്കൊണ്ടു, അത് ആക്സെപ്റ്റ് ചെയ്തു അല്ലേ? ജിസ്മനെ തന്നെ ആക്സെപ്റ്റ് ചെയ്തു ഫോർ ദ വേ യു ആർ അല്ലേ? അതുകൊണ്ടായിരിക്കും ജിസ്മയ്ക്ക് അത് ഡീൽ ചെയ്യാൻ എളുപ്പമായത് ഒരു പക്ഷേ ഇപ്പം ഞാൻ കൺസൾട്ട് ചെയ്യുന്ന കുട്ടികളൊക്കെ പറയുന്ന വേറൊരു ഇതെന്താണെന്നറിയോ, അവർക്ക് ചില കുട്ടികൾ പറയും ഇൻസെക്യൂരിറ്റീസ് ഏറ്റവും ആദ്യം തുടങ്ങുന്ന വീട്ടിൽ നിന്നാണ്. എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും സ്നേഹത്തിൻ്റെ പുറത്തായിരിക്കും പറയുക, ഓ ചേട്ടന് നിറമുണ്ട്, അല്ലെങ്കിൽ നിനക്ക് അവളുടെ അത്ര നിറവില്ല, എന്തെങ്കിലും മോളെ എന്തെങ്കിലും മോളെ അപ്ലൈ ചെയ്യുക, മോളെ അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുന്ന പറയുമ്പം അച്ഛനും അമ്മയും നല്ലത് ഉദ്ദേശിച്ചായിരിക്കും പറയുന്നത്. പക്ഷെ കുഞ്ഞു കുട്ടികൾക്ക് അവർക്ക് ആ പക്വതക്കുറവ് കൊണ്ടായിരിക്കാം ജിസ്മ പറഞ്ഞ പോലെ അവരത് ഉൾക്കൊള്ളുന്നത് വേറൊരു രീതിയിലാണ് റോങ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവർക്ക് ഉൾക്കൊള്ളുന്നത്. കിട്ടുന്നത്. അപ്പം നമ്മളുടെ നാട്ടിൽ പൊതുവെ അമ്മൂമ്മമാർക്കായാലും എല്ലാവർക്കും കുട്ടികളെ കാണുമ്പോൾ നീ അങ്ങ് മോശമായല്ലോ, നീ അങ്ങ് കറുത്ത് കരുവാളിച്ചു പോയല്ലോ എന്നൊക്കെ സ്നേഹത്തിൻ്റെ പുറത്ത് പറയുന്ന ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ലേ, അവിടെ നിന്ന് തുടങ്ങും കുട്ടികളുടെ ഇൻസെക്യൂരിറ്റീസ്. അങ്ങനെയാണ് പല തെറ്റുകളിലോട്ടും കുട്ടികൾ പോകുന്നത് അത് ഓവർകം ചെയ്യാനായിട്ട്. അതാ എനിക്ക് ഇപ്പോൾ പേഴ്സണലി ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് പറയുന്ന ഭയങ്കര പേഴ്സണലി വെൻറ്റ് ഔട്ട് ചെയ്യുന്ന വലിയ പാരഗ്രാഫ്സ് ആയിട്ട്. അപ്പോൾ അവർ പറയും ഇങ്ങനെ അമ്മ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, അല്ലെങ്കിൽ ഹസ്ബൻഡ് പറഞ്ഞു, ബ്രദർ പറഞ്ഞു, അത് ഭയങ്കര വിഷമമായി. പുറത്തുനിന്ന് ഒരാൾ പറയുന്നതെന്നുള്ളതിനെക്കാട്ടിലും നമ്മുടെ ഇന്നർ സർക്കിളിലുള്ള ആൾക്കാർക്ക് നമ്മളെ പെട്ടെന്ന് വിഷമിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ഇത് ചെയ്യണം, അതുകൊണ്ട് എനിക്ക് ഐ നീഡ് എ ട്രാൻസ്ഫോർമേഷൻ, എനിക്ക് ക്വിക്കായിട്ടൊരു റിസൾട്ട് വേണം, ഞാൻ എന്താ ചെയ്യേണ്ടത് ചേച്ചി? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞു തരിക, ഞാൻ ഡെർമറ്റോളജിസ്റ്റ് ഒന്നും അല്ല. യു ബെറ്റർ കൺസൾട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റ്. കാരണം
ഒന്നും ഒരു ക്വിക്ക് റിസൾട്ട് കിട്ടുന്ന സാധനമല്ല ഒരു കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കാമായിട്ട് മൈൻഡും അതിനെ സെറ്റ് ചെയ്യണം. എന്നിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേ ഇരുന്നാലേ അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഓൾസോ റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആ അതെ. അല്ലേ? നമ്മൾ ഭയങ്കര ഒരു അൺനാച്ചുറൽ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷനും കൊണ്ടിരുന്നാൽ ഒരിക്കലും യു വിൽ നെവർ ബി ഹാപ്പി അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നതിലും. പിന്നെ ആ ഒരു കോളേജ് ടൈം കഴിഞ്ഞു. പിന്നെ ജിസ്മ എപ്പോഴാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ടുള്ള ഒരു ഷിഫ്റ്റ് എപ്പോഴാണ് തുടങ്ങിയത്? എനിക്ക് തോന്നുന്നു 2014 ആയിരിക്കും ഞാൻ ആദ്യമായിട്ട് ഓഡിഷൻ അറ്റൻഡ് ചെയ്യുന്നത്. ഉം. സോ അതാണ് എൻ്റെ ആക്ച്വൽ ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഡിഷൻ. അപ്പം ആ ഓഡിഷനിൽ വെച്ചിട്ടാണ് നമുക്കറിയാം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയും നമ്മൾ മലയാളികളും ആർട്ടിസ്റ്റുകളെ അക്സെപ്റ്റ് ചെയ്യുന്നത് അവരുടെ ടാലൻറ്റിനെ ബേസ് ചെയ്താണ്. Absolutely. ഒരിക്കലും ആ ലുക്ക് കാര്യങ്ങളൊന്നും ഇല്ല. ദേ ഡോണ്ട് ഈവൻ കെയർ അബൌട്ട് ദാറ്റ്. നമ്മൾ പെർഫോമൻസ് നല്ലതാണെങ്കിൽ, നമ്മൾ നല്ലൊരു ആക്ടർ ആണെങ്കിൽ ദേ വിൽ അക്സെപ്റ്റ് അസ്. അങ്ങനെയാണ് നമ്മുടെ ഇൻഡസ്ട്രി. ബാക്കി ഇൻഡസ്ട്രികളിലെ ലുക്സ് എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന്. ബട്ട് ഹിയർ അതൊരു വിഷയമേ അല്ല. ഞാൻ ഭയങ്കര പ്രതീക്ഷയിലാണ് പോയത് ഓഡീഷന്. ബട്ട് എൻ്റെ ആദ്യത്തെ ഓഡീഷൻ അതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഐ പെർഫോംഡ് വെൽ. പക്ഷെ അത് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ബാഡായിട്ടുള്ളൊരു ഐ ഗോട്ട് സെലക്റ്റഡ്. പക്ഷെ ആ വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. എന്താണ്? അതായത് എൻ്റെ ലുക്ക്, എൻ്റെ അപ്പിയറൻസ് എൻ്റെ പ്രായമായിട്ട് മാച്ച് ആവുന്നില്ല. അതായത് ഐ വാസ് 20 ആയിട്ടേ ഉള്ളൂ. 35 വയസ്സ് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ക്യാരക്ടറൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ വണ്ണം വെച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ. ഒരു 10-20 കിലോയൊക്കെ കുറച്ചിട്ട് വാ, അപ്പം നമുക്ക് നോക്കാമെന്ന്. അപ്പം എൻ്റെ അപ്പൻ ആദ്യത്തെ ഓഡീഷൻ ആയതുകൊണ്ട് അപ്പയുണ്ട്, അമ്മയുണ്ട്, അനിയനും ഉണ്ട്. ഞങ്ങളെ കുടുംബം അടച്ചാ പോയ ഓഡീഷന്. അവർക്ക് വിഷമം അവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ പറഞ്ഞത് എനിക്കത് ഭയങ്കര ഹേർട്ടായി. നമ്മളോട് ഒറ്റയ്ക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ മാത്രം പ്രശ്നമായിട്ട് ഒതുക്കാമല്ലോ. പാരൻസിൻ്റെ ഒക്കെ മുമ്പിൽ വെച്ച് പറയുമ്പം അവർക്ക് ഭയങ്കര. അന്ന് തിരിച്ച് വീട്ടിൽ പോകുന്നവരെ നമ്മൾ ആ വിഷയത്തെക്കുറിച്ചൊന്നും അധികം സംസാരിച്ചില്ല. പിന്നെ അനിയൻ വണ്ടിയിലുണ്ടായിരുന്നുണ്ട്. അവനിങ്ങനെ ചില്ലാക്കാൻ വേണ്ടി കുറേ കോമഡിയൊക്കെ അടിച്ച് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയത്. പക്ഷെ ദെൻ വെരി നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ഞാൻ ഡിസൈഡ് ചെയ്തു, ഓക്കെ ഞാൻ എന്തെങ്കിലും ചെയ്യണം, എനിക്ക് വണ്ണം കുറയ്ക്കണം. അയാൾ എന്നോട് 20 കിലോ എന്നല്ലേ പറഞ്ഞു. ഓക്കെ ഐ വിൽ ഡു ഇറ്റ്. ആ വാശിയായിട്ട് അതിങ്ങനെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ ഇങ്ങനെ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു. അവനന്ന് ബാസ്കറ്റ് ബോൾ പ്ലെയർ ആണ്. ഞാൻ പറഞ്ഞു, എടാ എനിക്ക് എങ്ങനെയെങ്കിലും വണ്ണം കുറയ്ക്കണം. അപ്പം അവൻ ഭയങ്കര ലീനാണ്. അവൻ അന്നേ നല്ല ഫിറ്റായിട്ടിരിക്കുക. രാവിലെ എണീറ്റ് ഗ്രൗണ്ടിൽ പോവും, ബാസ്കറ്റ് ബോളിന് ട്രെയിനിങ് ചെയ്യും, അങ്ങനെ കുട്ടികളെ ട്രെയിൻ ചെയ്യും. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം, ഗ്രൗണ്ട് എക്സസൈസസ് അതൊക്കെ ചെയ്തോ അപ്പോൾ വണ്ണം കുറയും. അങ്ങനെ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ്. അതൊരു കണ്ടിന്യൂസ്ലി 2 മാസം രാവിലെയും വൈകുന്നേരവും ഭയങ്കരമായിട്ട് അങ്ങ് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ഗ്രൗണ്ട് എക്സസൈസസ് മൊത്തം ഈ എന്താ നമ്മൾ പറയുന്ന HIIT ഒക്കെ പോലത്തെ വർക്കൗട്ടുകൾ അങ്ങനെ ചെയ്ത് അന്നാണ് നമുക്ക് വേറെ മീഡിയത്തിൻ്റെ സപ്പോർട്ട് ഭയങ്കര കുറവാണ്. നമുക്ക് അറിയത്തുമില്ല, എവിടെ നോക്കിയാൽ നമുക്ക് വർക്കൗട്ട് കിട്ടും. ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, ഫോട്ടോസ്, കൗൺസിലിംഗ് അങ്ങനെ അങ്ങനെ ഒന്നും അറിയത്തില്ലല്ലോ. എൻ്റെ പൊട്ട ഡയറ്റായിരുന്നു. ഡയറ്റൊന്നും അതിനെ വിളിക്കാനേ പറ്റത്തില്ല. ഫുഡൊക്കെ ഒരു നേരമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. സ്കിന്നിന് ഡ്രൈനെസ്സും സാഗിങ്, ലൂസ് ആ വെയിറ്റ് അങ്ങ് കുറഞ്ഞ ടൈമിൽ ബ്രേക്ക്ഔട്ട്സിൻ്റെ പൂരമായി. ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഒക്കെ ആയിരുന്നു കൂടുതലെടുത്തത്. എത്ര എഗ്ഗൊക്കെ എത്ര കഴിക്കുമായിരുന്നു ആ സമയത്ത്? എവിടെ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പ്രോട്ടീൻ്റെ കാര്യം അറിയത്തില്ല. നമ്മൾ ഫൈബർ എടുക്കണം, പ്രോട്ടീൻ എടുക്കണം, ഈ കാർബ്സ് എന്താ അതൊന്നും അറിയത്തില്ല, കാലറി എന്താന്ന് അറിയത്തില്ല. അപ്പം വീട്ടിലുണ്ടാക്കുന്ന ഇച്ചിരിയൊക്കെ കഴിക്കുള്ളൂ. കഴിച്ചാലും വണ്ണിക്കും. വണ്ണം വെച്ചാലോ, ഫുഡ് കഴിച്ചിട്ടായിരിക്കും വണ്ണം വെക്കുന്നത്. അങ്ങനെയുള്ളൊരു റോങ് തോട്ടൊക്കെ തലയിൽ ചെറുപ്പം തൊട്ടേ പുറത്തുനിന്ന് അവിടെ നിന്ന് എല്ലാം കേട്ടത് കഴിച്ചിട്ടാണ് ഇങ്ങനെ വണ്ണം വെക്കുന്നത്. അന്ന് പിന്നെ കഴിക്കൽ കുറയ്ക്കാം. മുടി ഒഴിച്ചിലൊക്കെ വന്ന് കാണുമല്ലോ ആ സമയത്ത്, സിവിയറായിട്ട് അല്ലേ? ഡാർക്ക് സർക്കിൾ വന്ന് കാണും, ഡ്രൈനസ്, ഇറിറ്റേഷൻ, ലൂസ് സ്കിൻ അല്ലേ? അതുവരെ എനിക്ക് പിമ്പിൾസിന്റെ ഇഷ്യൂ, നമുക്ക് ആ ഹോർമോണൽ ചേഞ്ചസിന്റെ ചെറിയ ചെറിയ പിമ്പിൾസ് അങ്ങനെ വരത്തില്ലേ, പീരിയഡ്സിന്റെ സമയത്തുള്ള പിമ്പിൾസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതേ ഉണ്ടായിരുന്നുള്ളൂ. മെലിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് നിറച്ചും പിമ്പിൾസ് വരാൻ തുടങ്ങി. അതും നമ്മുടെ ഈ മുഖത്തിന്റെ ഈ മൂക്കിന്റെ താഴെ ആയിട്ടുള്ള ഏരിയ. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആ സമയത്താണോ ജിസ്മ നമ്മുടെ അടുത്ത് കൺസൾട്ടേഷന് വരുന്നത്? ഞാൻ 2017 ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 2017 മാർച്ചൊക്കെ ആയപ്പോഴാണ്. എനിക്കൊന്ന് ഏകദേശം ആ സമയത്തായിരിക്കും. ബിക്കോസ് എനിക്ക് ജിസ്മ സത്യം പറഞ്ഞാൽ ജിസ്മ കൺസൾട്ടേഷന് വന്നതൊന്നും എനിക്കൊരു ഓർമ്മയുമില്ല. കുറേ നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടാണ് ജിസ്മയുടെ റെഫറൻസിലാണെന്നും പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്നു തുടങ്ങി. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ആരാണ് ഈ കുട്ടി, ജിസ്മ ആരാ, എനിക്ക് റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീടാണ് ജിസ്മ ഒരിക്കൽ വന്നു എന്ന് തോന്നുന്നു, അല്ലേ? എനിക്ക് തോന്നുന്നു ഞാൻ ആ സമയത്ത് ഞാൻ മേക്ക് ഷുവർ ആയിരുന്നു അതിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് വന്ന് കാണും എന്നുള്ളതേ. ഒരു പക്ഷേ ജിസ്മ എൻ്റെ അടുത്ത് കൺസൾട്ടേഷന് വന്നപ്പോൾ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാവാറില്ല. കാരണം എൻ്റെ അടുത്തൊരാൾ
കൺസൾട്ടേഷന് വരുന്നു, അവരുടെ കൺസേൺസ് അഡ്രസ്സ് ചെയ്യാനുള്ള പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു, അവരത് ഫോളോ ചെയ്യുന്നു. ഒരു പക്ഷേ ജിസ്മയുടെ സ്കിന്നിന് അങ്ങനെ ഒരു പ്രൊസീജിയേഴ്സ് വല്ലതും ആവശ്യമുണ്ടായിരുന്നു എങ്കിൽ മേ ബി ഞാനത് റെക്കമെൻഡ് ചെയ്തിരുന്നേനെ. അത് ചെയ്യുന്നു, ചെയ്യോ ചെയ്യാതിരിക്കുകയോ അത് ഒരു ക്ലയൻറ്റിൻ്റെ താല്പര്യം, ഓർ അവരുടെ വേരിയസ് ഫാക്ടേഴ്സ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ. അത്രയും ഞാനും ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ അല്ലേ. പക്ഷേ ജിസ്മ പിന്നീട് എപ്പോഴാന്ന് തോന്നുന്നു നമ്മളിന്ന് ഇരുന്ന് സംസാരിച്ചത് എപ്പോഴാണ്, മേ ബി 2018 or 19 ആ അല്ലേ. 2018 ഐ തിങ്ക്. അപ്പോഴാന്ന് തോന്നുന്നു ജിസ്മ എൻ്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡോക്ടർ ഞാനാണ് ജിസ്മ, ഞാൻ പറഞ്ഞിട്ട് 3-4 പേര് വന്നായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ആ അതെ 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 അങ്ങനെയാണ്. പക്ഷെ അന്നും ഈ ജിസ്മ അല്ലായിരുന്നു എൻ്റെ മുന്നിൽ ഇരുന്ന ജിസ്മ. ഞാൻ ഓർക്കുന്ന ജിസ്മ യു ഹാഡ് കേളി ഹെയർ, കുറച്ച് പെരിയോറൽ പിഗ്മെൻറ്റേഷൻ, ചുണ്ടിന് ചുറ്റും ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു, നെക്കിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു. അതിലോട്ട് വരാൻ നമ്മളെല്ലാവരുടെയും വിചാരം ഞാൻ ജിസ്മയ്ക്ക് ഒത്തിരി ഐ വി ഗ്ലൂട്ട തന്നു എന്നാണ്. എല്ലാവരും എന്നോട് എന്നും എനിക്ക് എൻക്വയറി വരുന്നുണ്ട്. ഓക്കെ, അതിലോട്ട് നമുക്ക് വരാം. പക്ഷെ അങ്ങനെയാണ് പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങിയത് അല്ലേ. ഈ ജിസ്മ പറഞ്ഞ പോലെ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോഴേ ജിസ്മേനെ ഇൻസൾട്ട് ചെയ്ത് ആ ഓഡിഷന് പോയപ്പം ഇൻസൾട്ട് ചെയ്ത് അവരോടൊരു മനസ്സുകൊണ്ടൊരു നന്ദിയില്ലേ നമ്മൾക്ക്? ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. ഇരിക്കാറില്ല. കാരണം എനിക്ക് അന്ന് ആ ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്തെങ്കിലും ഐ സ്റ്റിൽ ഹാവ് ഫിസിക്കൽ ഇഷ്യൂസ്. അതിൻ്റെ എനിക്ക് ഗട്ട് ഇഷ്യൂസ് ഉണ്ട് അതിന് ശേഷം സംഭവിച്ചത്. അത് ഇപ്പോഴും ഞാൻ അതിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അന്ന് ഫോളോ ചെയ്ത മെത്തേഡ് റാപ്പിഡ് വെയിറ്റ് ലോസ് ഭയങ്കരമായിട്ട് എൻ്റെ ബോഡീനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഇപ്പോഴും അതിൻ്റെ പ്രശ്നങ്ങൾ ഗട്ട് ഹെൽത്തിനെ ബാധിച്ചു. ഇൻഫ്ലമേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഗട്ടിൽ നമ്മുടെ ബോഡീനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഓർഗാനിസംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഡിസ്റപ്റ്റഡ് ആയി പോകും നമ്മളൊരു പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്തില്ലെങ്കിൽ. എല്ലാം ബോഡിക്ക് തന്നെ അതൊരു മോശമായിട്ടാണ് ബാധിക്കുക. ഇപ്പം നമ്മൾ മര്യാദയ്ക്കുള്ള ഭക്ഷണം കഴിച്ചില്ല അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് സമയത്ത് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ സ്റ്റമക്കിനെ ബാധിക്കും. നമ്മൾ വേണ്ടാത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പം നമ്മുടെ ലിവർ, പാൻക്രിയാസ് എല്ലാം ഒരുവിധം എല്ലാ ഓർഗൻസിനും പണി കിട്ടും, ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ എവിടെയും ഒരു ഡയറ്റ് കൗൺസിലിംഗ് വേണം. ഒരു വെയിറ്റ് ലോസ് പോകുമ്പോൾ ഡയറ്റ് കൗൺസിലിംഗ് വേണം. പിന്നെ വെയിറ്റ് ലോസ് വരുമ്പോഴത്തേക്ക് സ്കിൻ സാഗ് ആവും. ഇപ്പം തന്നെ ആൾക്കാരുടെ അവയർനെസ് ലെവലൊന്ന് നോക്കി. അതായത് വെയിറ്റ് ലോസ് തുടങ്ങിക്കഴിയുമ്പം അവർ അപ്പം തന്നെ വരും, ഡോക്ടർ ഞാൻ എൻ്റെ ഫേസ് തൂങ്ങി തുടങ്ങിയോ എന്ന് ചോദിച്ചുകൊണ്ട് വരാറുണ്ട്. ആ ലെവൽ ഓഫ് അവയർനെസ് ആണ് ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളത്. ഓക്കെ, എൻ്റെ കണ്ണൊന്ന് കുഴിഞ്ഞോ അല്ലെങ്കിൽ ഞാൻ വല്ലാണ്ട് പോലെ ആയോ എന്നൊക്കെ ആ ഒരു തിങ്കിങ്, ആ ഒരു തോട്ട് പ്രോസസ്സ് ഇപ്പോഴത്തെ കുട്ടികളുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് ഈവൻ നമ്മളാണെങ്കിൽ പോലും ഒരു പക്ഷെ അങ്ങനെ ചിന്തിക്കില്ലായിരുന്നു അല്ലേ. എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാഗിങ് പരിപാടി നമുക്ക് ഈ ക്ലിനിക്കൽ ടേംസ് ഒന്നും അറിയത്തില്ല. ആകെ അറിയുന്നത് മുഖക്കുരു, അതാണ് സ്കിന്നിൻ്റെ പ്രശ്നം. പിമ്പിൾസ് ആണ് പ്രശ്നം. വേറെ പ്രശ്നങ്ങൾ ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അതൊക്കെ എന്താ ഇവിടെ ഒരു കളർ ഇവിടെ ഒരു കളർ ഡിഫറൻസ് ഉണ്ട്. അതെന്തായിരിക്കും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ല. ഇപ്പോൾ വെയിൽ കൊണ്ടാൽ ടാൻ ആവും, സൺസ്ക്രീൻ ഭയങ്കര മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. ഇതൊന്നും അറിയത്തില്ല. ഫേസ് വാഷ് തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ വന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ബേസിക് റൂട്ടീൻ ആവുന്നത്. അതുവരെ ഞാൻ തേച്ച് കുളിക്കുന്ന സോപ്പ് വെച്ച് തന്നെ എൻ്റെ മുഖം കഴുകും. ഇവിടെ ഒരു കളർ ഡിഫറൻസ് ഉണ്ട്, ഒരു പ്രാവശ്യം കൂടെ കഴുകും. പക്ഷെ അത് നമ്മൾ ബ്രൗൺ സ്കിന്നുകാർക്ക് അതൊരു നോർമൽ സിനേരിയോ ആണ്. നമുക്കൊരിക്കലും എൻറ്റയർ ബോഡി, ബ്രൗൺ സ്കിൻ ആണെങ്കിൽ എല്ലാ ഫുൾ ബോഡിയും ഒരേ കളറിലിരിക്കില്ല. ഇപ്പം ഇവിടുത്തെ കളറായിരിക്കില്ല ഇവിടുത്തെ കളറായിരിക്കില്ല ഇവിടെ. ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, അയാൾക്ക് ചിക്കൻ പോക്സ് കാറാന്ന് തോന്നുന്നു, മൂക്കിൻ്റെ അറ്റത്തായിരുന്നു. ഓക്കെ, സോ അപ്പം ഞാൻ സജസ്റ്റ് ചെയ്തത് ലേസർ ട്രീറ്റ്മെൻറ്റ്സ്, ആ സ്കാർ റിഡക്ഷന് വേണ്ടിയിട്ട്. പുള്ളിക്ക് ഇത്രയും ദിവസങ്ങൾ, ഇത്രയും നമ്പർ ഓഫ് സെഷൻസിന് പുള്ളിക്ക് താല്പര്യമില്ല. സോ ഹി വാസ് ഐ തിങ്ക് എൻജിനീയറിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് അത്രയും സെഷൻസ് ഒന്നും താല്പര്യമില്ല. അപ്പോൾ അയാളോട് ആരോ പറഞ്ഞു അതൊരു സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മൂക്കിൻ്റെ അറ്റം ആയതുകൊണ്ട് ഞാൻ അത് റെക്കമെൻഡ് ചെയ്യില്ല. ബിക്കോസ് നമ്മളൊരാളെ കാണുമ്പം നമ്മുടെ ശ്രദ്ധ ആദ്യം പോകുന്നത് എങ്ങോട്ടാണ്? സെൻറ്റർ ഭാഗത്താണ്, മുഖത്തിൻ്റെ നടുക്കിലോട്ടാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ഗ്രാഫ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയം അത് നന്നാവില്ല. അതുകൊണ്ട് സമയം എടുത്താലും സ്കാർ റിവിഷൻ, സ്കാർ റെഡ്യൂസിങ്, സ്കാർ കുറയ്ക്കുന്ന പ്രൊസീജിയേഴ്സ് ആയിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞു. ആൾ പോയി. ഒരു മേ ബി 5-6 months ലേറ്റർ ആൾ വന്നു. തിരിച്ചു വന്നത് അതിൽ ആദ്യം ഉണ്ടായിരുന്നതിലും ഭയങ്കര വൃത്തികേടായിട്ടുള്ള ഒരു വലിയൊരു മിക്കി മൗസ് ലുക്കിലാണ് ആൾ വന്നേക്കുന്നത്. ഒരു സാധനം ഇവിടെ ഇരിക്കുന്നു. അപ്പം അയാളുടെ സ്കിൻ ഇവിടുന്നോ ആണ് എടുത്ത് വച്ചത്. ഓക്കെ, ഗ്രാഫ്റ്റ് ചെയ്തത്. എന്നിട്ടും ഹി വാസ് ലുക്കിംഗ് സോ ബാഡ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത
രീതിയിലായിപ്പോയി. സോ അപ്പം നമ്മൾ കാഴ്ചയ്ക്ക് ഒരേപോലെ ഇരുന്നാൽ പോലും ശരിക്ക് നമ്മുടെ ഫേസിൽ തന്നെ ഡിഫറെൻറ്റ് ഹ്യൂസ് ഓഫ് ബ്രൗൺ നമുക്ക് എടുക്കാൻ പറ്റും. അത് നോർമൽ സിനേറിയോ ആണ്. ബ്രൗൺ സ്കിൻ അങ്ങനെയാണ്, ഒരിക്കലും ഒരേപോലെ ഇരിക്കില്ല നമ്മൾ കാണാൻ. അതെ, എനിക്ക് തോന്നുന്നത് എനിക്ക് ആ ടൈമിൽ ഭയങ്കര ടാൻഡ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ആർക്കിടെക്ചറാണ് പഠിച്ചത്. നമുക്ക് ഓൺ സൈറ്റ് വർക്ക്സ് കുറേ ഉണ്ടായിരുന്നു. ഫുൾ ടൈം നമ്മൾ വെയിലത്താ. അപ്പം എൻ്റെ ആ സ്കിൻ വെച്ചിട്ടാണ് ആൾക്കാർ ഇപ്പം ഭയങ്കര ഡിഫറൻസ് ആയി എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പം ഞാൻ ടാൻഡ് ആയിട്ടുള്ളതിനൊരു കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല. കാരണം അത് ഞാൻ സത്യമാണ്. ആർക്കിടെക്ട്സിനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഏറ്റവും ഡിഫിക്കൽട്ട് കേട്ടോ. ഞാൻ ഈ പ്രൊഫഷനെ ഒന്നും ഉദ്ദേശിച്ച് പറയുന്നതല്ല. ബിക്കോസ് അവരോട് നമ്മൾ എങ്ങനെ പറയും, അവരുടെ ബ്രെഡ് ആൻഡ് ബട്ടറാണ്. അവർക്ക് സൈറ്റ് വിസിറ്റ് ഒക്കെ ഉണ്ട്. അങ്ങോട്ട് പോവരുത്, ഇവിടെ പോവരുത്, പറയാൻ പറ്റില്ല, വെയിൽ കൊള്ളരുത്. ബിക്കോസ് ദേ ഹാവ് നോ അതർ ചോയ്സ്. അപ്പം സൺസ്ക്രീൻ അപ്ലൈ ചെയ്താലും ഫേസ് ഒന്ന് കവർ ചെയ്യണം, അത് കുടയും പിടിക്കുക, ഓർ ക്യാപ്പ് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാലും അത് അവർക്ക് എത്രത്തോളം ഫോളോ സൺസ്ക്രീൻ അപ്പം എന്തിനാ ഇടുന്നേ എന്നാണ് question. സൺസ്ക്രീൻ എന്താ. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, മഴയത്ത് നമ്മൾ കുട പിടിച്ചു പോകും, എന്നാലും നമ്മൾ നനയാറില്ലേ? അതേപോലെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ പോലും നമ്മൾക്കൊരു എക്സ്ട്രാ ആഡഡ് പ്രൊട്ടക്ഷൻ, അതിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ പോലും നമ്മൾ ടാൻ ആവാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. പക്ഷെ നമ്മളൊക്കെ ഒരു ഇച്ചിരി ടാൻ ആയാൽ മതി, ഭയങ്കര ഡൾനെസ് ആയിരിക്കും തോന്നുക. ആൻഡ് ഈ അടുത്തൊരു ആർക്കിടെക്റ്റ്, ആ കുട്ടി എന്നോട് ചോദിച്ചു, ഡോക്ടർ ഞാൻ mid-20s ഒക്കെ ആയി, അപ്പോൾ എനിക്ക് റെറ്റിനോൾസ് യൂസ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, യുവർ പ്രൊഫഷൻ ഇസ് ദിസ്. റെറ്റിനോൾസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സൺ പ്രൊട്ടക്ഷൻ നല്ലോണം നോക്കണേ. രാത്രിയിലാണ് അപ്ലൈ ചെയ്യുന്നത് എന്നാൽ പോലും, ഇല്ല എൻ്റെ ഏജ് ഇത്രയായി, എനിക്ക് യൂസ് ചെയ്തേ പറ്റൂ. നമ്മൾ യൂസ് ചെയ്യുന്നതിന് തെറ്റില്ല, പക്ഷേ അതുപോലെ കെയർ എടുക്കണേ കേട്ടോ എന്ന് പറഞ്ഞു. ആള് സൺസ്ക്രീൻ രാവിലെ ഒരു നേരം അപ്ലൈ ചെയ്യും, എനിക്കൊന്ന് ഉച്ചയ്ക്കും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നിരിക്കും. പക്ഷേ ഷീ കെയിം ബാക്ക് എ ബിറ്റ് ടാൻഡ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ റെറ്റിനോൾസ് ഒരു mid-20s അല്ലെങ്കിൽ late-20s സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഒരു സ്കിൻ കെയർ റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ പ്രൊഫഷൻ നമ്മൾക്ക് എത്രത്തോളം അതിനോട് ജസ്റ്റിസ് ചെയ്യാൻ പറ്റും എന്ന് നോക്കണം. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മളുടെ വെതർ എന്താണെന്ന് നോക്കണം. ആൻഡ് നമ്മളുടെ കറണ്ട് നീഡ്, അത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മളൊരു സ്കിൻ കെയറിലോട്ട് ഇറങ്ങിച്ചെല്ലാനായിട്ട്. അപ്പം ഇപ്പം എനിക്ക് DM ചെയ്യുന്ന ആൾക്കാർ കൂടുതലും എൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യമാണ്, അതായത് എൻ്റെയും ഓയിലി സ്കിന്നാണ്, എൻ്റെ ഓയിലി സ്കിന്നാണെന്ന് അറിയാം കുറേ പേർക്കൊക്കെ. അപ്പം എന്നോട് തന്നെ പറയും, എൻ്റെയും ഓയിലി സ്കിന്നാണ്, അപ്പം ചേച്ചി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് എനിക്കും കൂടെ പറഞ്ഞു തരുമോ, സോ ദാറ്റ് ഐ ക്യാൻ ഓൾസോ യൂസ് ദാറ്റ്. അപ്പം ഞാൻ പറയും, കറക്റ്റാണ്, ടു ആൻ എക്സ്റ്റെൻറ്റ് ഓക്കെ ആയിരിക്കും, പക്ഷെ എന്നാലും നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണണം. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ പ്രൊഫഷൻ എന്താ, നിങ്ങളുടെ ലിവിങ് കണ്ടീഷൻ എന്താണെന്നൊക്കെ അനുസരിച്ചിട്ട് അതിലൊക്കെ വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. റീസെൻ്റ്ലി എൻ്റെ വേറൊരു സുഹൃത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞതാ, അതായത് പീലിംഗ് ചെയ്തു, സ്കിന്നിൽ പിമ്പിൾസിൻ്റെ സ്കാർസ് ഉണ്ടായിരുന്നു. അപ്പോൾ പീലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് കൂടുതൽ ഡള്ളായി, സ്കിന്ന് കൂടുതൽ ഡാർക്കായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഐ വാസ് ലൈക്ക് അതെന്തായിരിക്കും, ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്ക് തോന്നി ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ റീസൺ ആയിരിക്കും. വെയിൽ കൊണ്ടിട്ടുണ്ടാവും. ഇപ്പം ജിസ്മ പറഞ്ഞില്ലേ, ഒരു പ്രോഡക്റ്റ് എല്ലാവർക്കും ഒരുപോലെ ചേരണം എന്നില്ല എന്ന്. ജിസ്മ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഏതാണെന്ന് എനിക്കറിയാം. ഞാൻ സജസ്റ്റ് ചെയ്ത സൺസ്ക്രീന് അത് ജിസ്മയ്ക്ക് പിമ്പിൾ പ്രോൺ സ്കിന്നാണെന്നും എനിക്ക് നല്ല ധാരണയുണ്ട്. പക്ഷേ ജിസ്മയുടെ സൺസ്ക്രീൻ ഞാൻ അപ്ലൈ ചെയ്താൽ എനിക്കും പിമ്പിൾ പ്രോൺ സ്കിന്നാണ്. പക്ഷേ ജിസ്മയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആ പർട്ടിക്കുലർ സൺസ്ക്രീൻ എനിക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ കുരു വരാറുണ്ട്. സോ ഒരു പർട്ടിക്കുലർ സ്കിൻ ടൈപ്പിന് ഇന്ന പ്രോഡക്റ്റ് ആ ടൈപ്പുള്ള എല്ലാ ആൾക്കാർക്കും ചേരണം എന്നും ഇല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പ്രോപ്പർ ആഫ്റ്റർ കെയർ ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. നമ്പർ 2, പീൽ ചെയ്യുന്ന എന്താ, പ്രോഗ്രാംഡ് എക്സ്ഫോലിയേഷൻ, അതായത് നമ്മുടെ ഡെഡ് സെൽസിനെ, താഴത്തെ ലെയേഴ്സിനെ ഡാമേജ് ചെയ്യാതെ പതുക്കെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പീലിംഗ്. അതായത് നമ്മുടെ ഒരു ലെയർ കളയുവാണ്, ഡെഡ് സെൽസ്, ഏറ്റവും മേലുള്ള ഡെഡ് സെൽസ്, ഓക്കെ, വിത്തൗട്ട് ട്രോമറ്റൈസിങ് അതിൻ്റെ താഴത്തെ ലെയേഴ്സ്. ഓക്കെ, സോ അപ്പം പീലിംഗ് എന്നുള്ളൊരു പ്രോസസ്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ മെജോറിറ്റി ഫ്രൂട്ട് ആസിഡ്സാണ്. അത് ഓർഗാനിക് സോഴ്സിൽ നിന്നാണ് എടുക്കുന്നത് തന്നെ. ഓക്കെ, സോ അപ്പം അത് എക്സ്ഫോലിയേറ്റ് ചെയ്ത് മേലെ അത് ഇളകിയിരിക്കും. ഓക്കെ, അത് പ്രോപ്പറായിട്ട് ഷെഡ് ആയിട്ടില്ലെങ്കിലും നമ്മൾ ഡാർക്കായിട്ടിരിക്കും കാണാൻ. അപ്പം അവരുടെ ഹോം കെയർ അവർ മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, മോയ്സ്ചറൈസർ കൊടുത്തിട്ടുണ്ടാവാം അവരുടെ ഡോക്ടർ, സൺസ്ക്രീൻ പറഞ്ഞിട്ടുണ്ടാവാം, ഇത്ര ഇൻ്റർവെൽസിൽ അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടാവാം, ഓർ രാത്രിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടാവാം. ബട്ട് മേ ബി അവരത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. വേറൊരു കാര്യം, ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ ഇരുന്ന് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഈവൻ ഈ ലൈറ്റ് ഓൾസോ ക്യാൻ ട്രിഗർ പിഗ്മെൻറ്റേഷൻ, മനസ്സിലായില്ലേ? സോ അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാത്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ നമ്മുടെ സ്കിന്നിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാം. ഇപ്പം ഞാനും ജിസ്മയും കമ്പയർ ചെയ്യുവാണെങ്കിൽ എൻ്റെ മുഖത്തൊരു കുഞ്ഞ് പിഗ്മെൻറ്റേഷൻ വരുവാണെങ്കിൽ അത് ഭയങ്കര കൂടുതലായിട്ട്
ആയിട്ട് കാണിക്കും. ബിക്കോസ് ജിസ്മേൻ്റെ ടോണിനെക്കാട്ടിലും കുറച്ചുകൂടെ വീറ്റിഷ് ടോണാണ് എൻ്റെത്. ഓക്കെ, അപ്പോൾ എനിക്കത് എടുത്ത് കാണിക്കും. ജിസ്മയ്ക്ക് മേ ബി ഇതേപോലെ ഒരു 5-10 ദിവസം എക്സ്പോഷർ വരുമ്പോഴായിരിക്കും ജിസ്മ ഒന്ന് ഡൾ ആവുക. സോ എവിഡൻ്റ് ആവാതെ. അതെ അതെ, ഓരോരുത്തരുടെ സ്കിന്നും ഡിഫറെൻ്റ് അല്ലേ. അപ്പം പല കാര്യങ്ങൾ കാണും. അപ്പം ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ വരുമ്പം ദേ ഷുഡ് റീച്ച് ഔട്ട് ടു ദർ ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് സീക്ക് ഹെൽപ്പ് അല്ലേ. അപ്പം അവർ ഫിക്സ് ചെയ്ത് കൊടുക്കും അതെന്താന്ന് വെച്ചാൽ. അതിനല്ലേ നമ്മളിവിടെ ഇരിക്കുന്നത്. അതെ. എനിക്ക് കൂടുതലും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സ്കിൻ ടോൺ വേരിയേഷനാണ് ആൾക്കാർ ഭയങ്കരമായിട്ട് ഇപ്പം പറയണേ. അതായത് അവർ പ്ലാസ്റ്റിക് സർജറി ചെയ്തതാ. അപ്പം ഞാൻ ദൈവമേ, പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്ന സാധനം എന്താണ് ആക്ച്വലി? അതിലേക്കൊക്കെ പോണെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞു ജിസ്മയോട് ചിലതൊക്കെ ചെയ്യാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതാ ഞാൻ അതിലേക്ക് പോലും ലൈക്ക് ബേസിക് സാധനങ്ങളിലേക്ക് പോലും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കും ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള റോങ് ഇൻഫർമേഷൻ ഉണ്ട് ചില കാര്യങ്ങളെക്കുറിച്ച്. ജിസ്മയെ പറ്റി പറയുന്നത് ഫുൾ IV ഗ്ലൂട്ടാത്തയോണാ. ഞാൻ ഗ്ലൂട്ട ജിസ്മയ്ക്ക് പറയുന്ന കേട്ടതൊന്നും ഞാൻ ഡെയിലി ജിസ്മയ്ക്ക് ഗ്ലൂട്ട തന്നുകൊണ്ടിരിക്കുമെന്നാണ് കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ കിട്ടാറുള്ളത്. TMലൊക്കെ ഫുൾ ജിസ്മ എത്ര ഗ്ലൂട്ട എടുത്തു അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഞാനപ്പോൾ ആലോചിക്കും, ഒരു പക്ഷേ ജിസ്മയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ആ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിയ സമയത്ത് ജിസ്മ ഗ്ലൂട്ടനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? അന്ന് നമുക്ക് ആദ്യം ആക്സസ് ചെയ്യുമ്പം ഗൂഗിളിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്താണ് ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഇത് ടാൻഡ് ആയിട്ടാണ് എൻ്റെ സ്കിന്നിന് ഈ പല ടോണുകളുള്ളതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതായത് ഫേസിന് ഒരു ടോണ്, കൈയിൻ്റെയും ഇവിടെയൊക്കെ വേറെ ടോണ്, ഇവിടെ വേറെ ടോണ്, അതായത് മുട്ടിൻ്റെ താഴേക്ക്. ദാറ്റ്സ് നോർമൽ. അത് നോർമൽ അത് നമുക്ക് അറിയണ്ടേ. അതെ അതെ. കാലിൻ്റെ പാദം വേറെ ടോണ്. അപ്പോൾ നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയ പെട്ടെന്ന് ടാൻഡായി ആ ഒരു ഡീകളറേഷൻ ഉണ്ടാകുന്നതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. ഇങ്ങനെ വായിച്ചാണ് അത് മനസ്സിലാക്കുന്നത്. പിന്നെയാണ് ഞാൻ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന വാക്കാണ് ഗ്ലൂട്ടത്തയോൺ എന്നുള്ളത്. അത് ചെയ്താൽ ക്വിക്ക് റിസൾട്ടാണ് എന്നുള്ള പൊട്ട തോട്ട് എനിക്കന്ന് വന്നിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി വന്നിട്ടുണ്ട്. ഞാനൊരു തവണ ഡോക്ടറടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഡോക്ടറടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഡോക്ടർ നമുക്ക് ഗ്ലൂട്ടത്തയോൺ എടുത്താലോ? അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതാണ്, ജിസ്മ അത് ഒരു തവണ എടുത്താൽ റിസൾട്ട് വരുന്നൊരു സാധനമല്ല. നമ്മൾ കണ്ടിന്യൂസ്ലി എടുത്തുകൊണ്ടിരിക്കണം. ആൻഡ് ഓരോ സെഷനും ഇത്ര വെച്ചാവും. എന്തിനാണ് അത്രയും പൈസ ചിലവാക്കുന്നത്? ആൻഡ് ഇത് എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഗ്ലൂട്ടത്തയോൺ ചെയ്യുമ്പോഴത്തേക്കും അപ്പം തന്നെ നിങ്ങളുടെ സ്കിൻ ടോൺ ബ്രൈറ്റായി വരുന്നൊരു മെത്തേഡ് അല്ല അത്. ചിലപ്പം വേരിയേഷൻ വരും ചിലർക്ക് അത് ചിലപ്പം എഫക്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ആൻഡ് അത് എനിക്ക് ആവശ്യമില്ല. ഇപ്പോഴുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറിയാൽ എൻ്റെ സ്കിൻ ടോൺ ബെറ്റർ ആവും അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതിനുശേഷം ഞാൻ ചോദിക്കാൻ വന്നിട്ടില്ല. എനിക്കത് ഓർമ്മയേ ഇല്ല. എൻ്റെ അടുത്ത് ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് എനിക്ക് അതിനെപ്പറ്റി പറഞ്ഞു തന്നു. പക്ഷേ ഗ്ലൂട്ട ആക്ച്വലി ഞാനത് അത്ര മോശം സംഭവമാണെന്ന് ഞാൻ പറയില്ല. ഇറ്റ്സ് ആൻ ആൻറ്റി ഓക്സിഡൻറ്റ്. പക്ഷേ നമ്മളുടെ ആൾക്കാരുടെ ഒരു ചിന്ത, ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കാൽസ്യം എടുക്കുന്നു അല്ലെ, സപ്ലിമെൻറ്റ്സ് എടുക്കുന്നു, ബോൺ ഹെൽത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നു എന്ന് വെച്ചോ. ഇപ്പം ഒരു 5 വർഷം കാൽസ്യം സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുത്ത ഒരാൾ 100 കിലോ പൊക്കം ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 100 പോയിട്ട് 10 കിലോ മര്യാദയ്ക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഗ്ലൂട്ടാത്തയോണിൻ്റെ കാര്യം വരുമ്പം എല്ലാവരുടെയും വിചാരം ഗ്ലൂട്ട കൊടുത്തു കഴിഞ്ഞാൽ ഓവർനൈറ്റായിട്ട് അവരങ്ങ് വെളുത്തു പോകും എന്നാണ് ആൾക്കാരുടെ ഒക്കെ ഒരു ചിന്താഗതി. ഓക്കെ, സോ നമ്മളുടെ ബോഡിയിൽ നിന്ന് ടോക്സിൻസ് പോകുമ്പോൾ നമ്മൾക്ക് ചില ആൾക്കാർക്ക് ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ തോന്നിയേക്കാം. അതൊരു സബ്ജക്റ്റീവായിട്ട് തോന്നുന്നൊരു സംഭവം വിച്ച് ഇസ് ഷോർട്ട് ലിവ്ഡ് കേട്ടോ. ആൻഡ് ഞാൻ കാണാറുള്ളത്, ചില കുട്ടികൾക്ക് ഞാൻ കാണാറുണ്ട് സ്കിൻ ഗ്ലോ ചെയ്യുന്ന പോലെ. കളർ കൂടുന്നതായിട്ട് എനിക്ക് തോന്നാറില്ല, പക്ഷേ ഭയങ്കരമായിട്ട് സ്കിൻ തിളങ്ങുന്നു. നമ്മൾ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹൈലൈറ്ററൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഷൈൻ വരത്തില്ലേ, അതുപോലെ ഞാൻ ഇഷ്ടം പോലെ ക്ലയൻസിന് കാണാറുണ്ട്. പിന്നെ ചില ആൾക്കാർ ചില ആക്ടേഴ്സൊക്കെ, അതായത് അവർ ഔട്ട്ഡോർ ഷൂട്ടൊക്കെ ചെയ്യുമ്പം ഗ്ലൂട്ട എടുക്കുന്ന സമയത്ത് പണ്ടത്തെ പോലെ ടാൻ ആവുന്നില്ല എന്നൊരു ഫീഡ്ബാക്കും കിട്ടാറുണ്ട്. വേറെ ചിലർ പറയും, ഡോക്ടർ എനിക്ക് ഒരു വ്യത്യാസവുമില്ല. അത് നമ്മൾക്കും തോന്നാറുണ്ട്. ആൻഡ് ചിലർക്ക് ദേ ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്. കാരണം അവർ പറയും എൻ്റെ സ്കിന്നിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടല്ലേ എന്നും പറഞ്ഞു എടുക്കാറുണ്ട്. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ്, ഇതൊരു കൺസിസ്റ്റൻസി വേണം. നമ്മൾ ഇതൊരിക്കലോ അല്ലെങ്കിൽ 8-10 തവണ ഗ്ലൂട്ട എടുത്തു എന്നും പറഞ്ഞിട്ട് നമുക്ക് റിസൾട്ട്സ് ലൈഫ് ലോങ് നിൽക്കുന്നുമില്ല. സോ അപ്പോഴും ഞാൻ ആലോചിക്കും, ചില ഈ ബിഗിനേഴ്സൊക്കെ വരുമ്പോഴത്തേക്കും ഒരു കരിയർ പോലും സെറ്റിൽ ആയിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദെൻ ഓബ്വിയസ്ലി ബഡ്ജറ്റ് എന്നൊരു സംഭവം അവിടെ വരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ നോക്കുന്നത് ഗ്ലൂട്ടനെക്കാട്ടിലും ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള എത്രയോ പ്രൊസീജിയേഴ്സ് ഉണ്ട്, എത്രയോ ടോപ്പിക്കൽസ് നമുക്ക് കൊടുക്കാം. ഞാൻ അതിലോട്ടായിരിക്കും ചിന്തിക്കുക. ഒരു പക്ഷേ അതുകൊണ്ടായിരുന്നിരിക്കാം ജിസ്മയുടെ അടുത്ത് അത് വേണ്ടാന്നും പറഞ്ഞത്. ഈവൻ നൗ ഞാൻ ഗ്ലൂട്ട എന്നൊരു സംഭവം
ഒരിക്കലും ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്യാറില്ല. കാരണം മിക്കപ്പോഴും ഒരു 90%ലും ക്ലയൻറ്റ് ഇങ്ങോട്ടാണ് ചോദിക്കുന്നത്, എനിക്ക് ഗ്ലൂട്ടൻ കൂടെ എടുക്കണം, അതുകൊണ്ട് തെറ്റുണ്ടോ? സോ വി ഡു എ ലോട്ട് ഓഫ് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നോക്കിയിട്ട് കൊടുക്കും. എന്നിട്ട് അവരുടെ അടുത്ത് പറയും, സി ദിസ് ഇസ് ഹൗ യു ഷുഡ് ഡു, മെയിൻ്റനൻസ് വേണം. അല്ലാതെ എല്ലാ ആഴ്ചയും വന്ന് ഗ്ലൂട്ടാ ചെയ്യണം അങ്ങനെ ഇങ്ങനെ പറ്റില്ല. നമ്മൾ പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യണം. ഇൻ ക്ലിനിക് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ ഡെഡ് സെൽസിനെയൊക്കെ പ്രോപ്പർലി നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയണം. അത് ക്ലിനിക്കലി അത് പീലൊക്കെ ഇല്ലേ, പീൽസ്, കൊളാജൻ സ്റ്റിമുലേറ്റിംഗ് ട്രീറ്റ്മെൻറ്റ്സ്, പിഗ്മെൻറ്റ് റിഡ്യൂസിങ് ട്രീറ്റ്മെൻറ്റ്സ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കൂടെ ഇതും കൂടെ കൊടുക്കുമ്പോൾ ഒരു ഗുണം കിട്ടും. റിസൾട്ട് ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ കാൽസ്യം ടാബ്ലറ്റ് എടുത്തു എന്നും പറഞ്ഞു അല്ലെങ്കിൽ ഡയറ്റ് ചെയ്തത് മാത്രം കൊണ്ട് നമുക്ക് വെയിറ്റ് ലോസ് വരുമോ? അല്ല, ഇല്ല, ബോൺ അതെ. ഹെൽത്തിന് വേണ്ടി ടാബ്ലറ്റ് എടുക്കുന്നു, ഓർ സപ്ലിമെൻറ്റ്സ് വേറെ പലതും എടുക്കുന്നു. പക്ഷെ നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് വേണം, അല്ലേ? അതെ. വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാർഡിയോ ചെയ്യുന്നുണ്ട്, Supplements എല്ലാ എടുക്കുന്നുണ്ട്. സപ്ലിമെൻറ്റ്സ് എടുക്കുന്നു, എല്ലാം കൂടെ കൊണ്ടിട്ടല്ലേ നമ്മൾക്ക് ഒരു ഫൈനൽ ഔട്ട്കം കിട്ടുന്നത്. അതേപോലെ വെൻ ഇറ്റ് കംസ് ടു സ്കിൻ കെയർ ഓർ സ്കിൻ ലൈറ്റനിങ്, ഇതെല്ലാം 360 ഡിഗ്രി അപ്രോച്ച് ഉണ്ടെങ്കിലേ നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ നമ്മൾക്കൊരു ഔട്ട്കം കിട്ടുള്ളൂ. പക്ഷേ ഗ്ലൂട്ടൊക്കെ ഇന്നലെ വന്ന സ്കിന്നിൻ്റെ ആവശ്യത്തിനായിട്ട് ഒരു സ്കിൻ കെയറിൻ്റെ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഗ്ലൂട്ടൊക്കെ ഈ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത മോളിക്യൂൾസാണ്. Because it's been in the industry for quite some time for various other concerns. പക്ഷേ സ്കിൻ കെയർ ഓർ സ്കിൻ ലൈറ്റനിങ് എന്ന് പറഞ്ഞിട്ട് ഗ്ലൂട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അധികം നാളായിട്ടുമില്ല. അപ്പോൾ അതിനു മുന്നേ വരെ ആൾക്കാർ സ്കിൻ ലൈറ്റനിങ് എന്നൊരു കോൺസെപ്റ്റിൻ്റെ പുറകെ പോകുന്നുണ്ട്, എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻസ്. ഓക്കെ, സോ അതായത് ജിസ്മയ്ക്ക് ഞാനായിട്ട് ഗ്ലൂട്ടോ ഇതുവരെ തന്നിട്ടില്ല. ഇനി ജിസ്മ വേറെ എവിടെന്നെങ്കിലും എടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പോവാനോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ഏറ്റവും സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള സമയത്താണ് ഞാൻ ഫസ്റ്റ് വരുന്നത് അവിടെ. അതായത് എനിക്ക് ഏർണിങ്സ് എന്ന് പറയുന്ന സാധനം, ഞാനൊന്ന് ജോബ് ക്വിറ്റ് ചെയ്തിട്ട് മാസം ഒരു 8,000 രൂപ ഉണ്ടാക്കി എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ വന്നാൽ അങ്ങനത്തെ അവസ്ഥയിലാണ് ഞാൻ അന്നവിടെ വരുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. എൻ്റെ സ്കിന്ന് നന്നായിട്ട് നോക്കുക എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് റൂട്ടീനെങ്കിലും വേണം എന്നുള്ളതൊരു എനിക്കൊരു നീഡായിട്ട് അന്നേ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കറിയത്തില്ല ഞാൻ എന്ത് പ്രോഡക്റ്റ്സ് സമൂഹത്ത് ഉപയോഗിക്കുന്നത്, അത് നല്ലതാണോ ചീത്തയാണോ. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ ടു ഗോ ഫോർ ഡെർമറ്റോളജിസ്റ്റ്. നമ്മൾ ജിസ്മയ്ക്ക് അന്ന് വന്നപ്പം ഞങ്ങൾ അപ്പം ഞാൻ കൺസൾട്ട് ചെയ്തപ്പോൾ തന്നത് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അതൊക്കെ ജിസ്മയ്ക്ക് ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള തോന്നിയിരുന്നോ? ഇല്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആദ്യ കൺസൾട്ടേഷന് വരുമ്പോൾ നമ്മൾ ഒന്നേന്ന് എല്ലാ സാധനങ്ങളും വാങ്ങിക്കുവാണ്. സൺസ്ക്രീന്, ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, പിന്നെ എനിക്ക് അന്നൊരു നൈറ്റ് ക്രീം, ഒരു വൈറ്റമിൻ സി സെറം തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ഓറൽ കഴിക്കുന്ന ഒരു സാഷ് തന്നിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഫോർ 2 months ഐ തിങ്ക്. അങ്ങനെ കുറച്ച് ഒരു പാക്കേജായിരുന്നു. ആ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് അതിനെ ഞാൻ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ബിക്കോസ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിച്ച് വാസ് ലൈക്ക് എനിക്ക് തോന്നുന്നൊരു 5,000 അടുത്തൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അത് എനിക്ക് മന്ത്ലി, അതായത് എല്ലാ മാസവും എടുക്കേണ്ട പൈസ അല്ലല്ലോ, മാസങ്ങളോളം എനിക്ക് ആ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാം. പിന്നെ ഒരു 6-7 മാസം കഴിയുമ്പോൾ എൻ്റെ പ്രോഡക്റ്റ് തീരുമ്പോൾ ഞാൻ തീരണ പ്രോഡക്റ്റ് മേടിച്ചാൽ മതി. അങ്ങനെയായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതെനിക്ക് ഓക്കെ ടു ബിഗിൻ വിത്ത് അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. എനിക്കത് റിസൾട്ട് കിട്ടുകയും ചെയ്തു, ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തപ്പോൾ. അപ്പോൾ കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പം ചോദിക്കുന്ന ആൾക്കാരാണെങ്കിലും ഭയങ്കര കോസ്റ്റ്ലി അല്ലേ പോകാൻ എന്ന് പറയുമ്പോൾ ഞാൻ പറയും എൻ്റെ എക്സ്പീരിയൻസ് ഇതാ, ആദ്യം നമ്മളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അതിനെ കാണണം, എന്നിട്ട് അത് പ്രോപ്പർലി ഫോളോ ചെയ്താൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവും. ഒരു പക്ഷെ ഞാൻ ജിസ്മയ്ക്ക് ആ സമയത്ത് ലേസർ ട്രീറ്റ്മെൻറ്റ്സോ സ്കിൻ ലൈറ്റനിങ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. കാരണം അതാ ജിസ്മ, കൂടുതൽ സമയം റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷനായിട്ട് വരുന്ന ആൾക്കാർക്ക് അതനുസരിച്ചായിരിക്കും നമ്മൾ കൊടുക്കുക. ഇപ്പം ചിലർ പറയും ഐ ലുക്ക് വെരി ബാഡ് ഡോക്ടർ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യും, ഞാൻ പുറത്തിറങ്ങുന്നില്ല, എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾക്ക് ആസ് എ പ്രൊവൈഡർ നമ്മളുടെ മനസ്സിൽ ഓക്കെ, സോ ഈ കുട്ടി വല്ലാണ്ട് സഫർ ചെയ്യുന്നുണ്ട്, സോ ഐ നീഡ് ടു പുൾ ഹർ ഔട്ട് ഓഫ് ദിസ് ക്രൈസിസ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ അഗെയിൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ലെവൽ മേലോട്ട് കയറി പോകുന്നത്. സോ എപ്പോഴും നമ്മൾ ചില പേഷ്യൻസ് വന്ന് പറയും എനിക്ക് ഡെയിലി സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ ഇഷ്ടമല്ല, എനിക്ക് ഫേസ് വാഷ് ഇഷ്ടമല്ല, ഫേസ് വാഷ് യൂസ് ചെയ്യും, ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യാം, എനിക്ക് സൺസ്ക്രീൻ ഇഷ്ടമല്ല, നൈറ്റ് ക്രീം ഞാൻ ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ല, എനിക്കിതൊന്നും ഇടുന്നതേ ഇഷ്ടമല്ല, ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് ഇതിൻ്റെ പുറകെ നിൽക്കുന്ന ആളല്ല, ഐ എം നോട്ട് ബോതർഡ്. പക്ഷേ ഡോക്ടർ പറയുന്ന പോലെ മന്ത്ലി 1 or 2 ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, IV ഗ്ലൂട്ടാ വേണമെങ്കിൽ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ വന്ന് എടുത്തോളാം എന്നും പറയും. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെ, നമ്മൾ ചെടി നട്ട് കഴിഞ്ഞാൽ ഡെയിലി വെള്ളം ഒഴിക്കാതെ മാസത്തിൽ ഒരിക്കൽ വളമിട്ടിട്ട് കാര്യമുണ്ടോ? അല്ലേ? സോ ആ ഒരു ട്രീറ്റ്മെൻറ്റ്, ആ പ്രോട്ടോക്കോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ അനുസരിച്ച് പറഞ്ഞു തരുന്ന പ്രോട്ടോക്കോൾ അന്ന് ആ സമയത്ത് ജിസ്മ ഫോളോ ചെയ്തതുകൊണ്ടാണ് അല്ലേ ആ ഒരു സ്ലോ പ്രോഗ്രഷനിലോട്ട് അല്ലേ കയറാൻ പറ്റിയത്. അതെ, എനിക്കൊന്ന് നമ്മൾ ഫസ്റ്റ് പിമ്പിൾസ് ആണ് ആദ്യമേ ട്രീറ്റ് ചെയ്തത്. കാരണം എനിക്ക് നല്ല എവിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്.
എസ്പെഷ്യലി ഈ മൂക്കിൻ്റെ ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓർമ്മയില്ല. അത്ര ഏരിയ ഫോട്ടോയും എടുത്തിരുന്നില്ല ജിസ്മയുടെ. നിറയെ ഉണ്ടായിരുന്നു. ആൻഡ് അതിങ്ങനെ കുഞ്ഞു 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 കുരുക്കളായിട്ട് ഇങ്ങനെ വരും പോവും, രണ്ട് നിറയെ പാടുകളും. ഇത്ര ഏരിയ ഭയങ്കര ബാഡായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടുതൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷനും അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രശ്നം ഈ പിമ്പിൾസ് പോവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഡോക്ടർ എനിക്ക് ആദ്യം ഈ റൂട്ടീൻ ഫോളോ ചെയ്താൽ ശരിയാവുമെന്ന് പറഞ്ഞിട്ട് പ്രോപ്പർ റൂട്ടീൻ തന്നിട്ട് അത് തന്നെ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്ത് ഇടയ്ക്ക് വരും ചില സാധനങ്ങൾ ഡോക്ടർ ചേഞ്ച് ചെയ്ത് തരും. പിന്നെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് നാൾ മുമ്പ് എനിക്ക് ചെറുതായിട്ട് ഡ്രൈ സ്കിൻ ഇടയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എ സിയിലൊക്കെ ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് വേറെ മോയ്സ്ചറൈസർ തന്നു. അങ്ങനെ ആ പ്രോഡക്ട്സ് കണ്ടിന്യൂസ്ലി റൂട്ടീൻ ഫോളോ ചെയ്ത് വന്നിട്ട് എനിക്ക് ഇടയ്ക്ക് ഡോക്ടർ വൈറ്റമിൻ സി ടാബ്ലറ്റ്സ്, അതായത് സിങ്കും വൈറ്റമിൻ സിയും തന്നു. അതൊക്കെ പതിയെ, അതായത് 7 months 8 months പിന്നെ അത് ഫോളോ ചെയ്യും, നിർത്തും, പിന്നെ അടുത്ത റൂട്ടീൻ ഫോളോ ചെയ്യും, നിർത്തും, എക്സ്ട്രാ അഡീഷൻസ് വരും. എനിക്ക് അങ്ങനെ ഇങ്ങനെ തന്നേക്കുന്നത്. ഇപ്പോഴാണ് നമ്മൾ കൊളാജിൻ എടുക്കാൻ തുടങ്ങിയത്. കൊളാജിനും വൈറ്റമിൻ സിയും ഇപ്പം എനിക്ക് കണ്ടിന്യൂസ്ലി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ആലോചിക്കുവാണെങ്കിൽ ഇപ്പോൾ 2017 തൊട്ടിട്ട് 22 വരെ ആ സ്കിൻ കെയർ റൂട്ടീനിലെ പ്രോഡക്ട്സ് ഇങ്ങനെ ചേഞ്ച് അനുസരിച്ച് മാറ്റി മാറ്റി തരുന്നു എന്നല്ലാതെ നമ്മൾ എനിക്ക് തോന്നുന്നു Procedures ഒന്നും തുടങ്ങിയിരുന്നില്ല. ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ ഒരു പ്രൊസീജിയേഴ്സും ചെയ്തിട്ടില്ല. ജിസ്മയ്ക്ക് ജിസ്മയുടെ ലൈഫ് സ്റ്റൈൽ മാറി, വർക്കൗട്ട് ഒക്കെ വന്നു, യു സ്റ്റാർട്ടഡ് ടേക്കിംഗ് കെയർ ഓഫ് യുവർ സ്കിൻ ആൻഡ് യുവർ ബോഡി. അതുകൊണ്ടൊക്കെ ആയിരുന്നിരിക്കും ജിസ്മയ്ക്ക് കുറച്ചും കൂടെ കൂടുതൽ എവിഡന്റ് ആയിട്ട് ഒരു ഔട്ട്കം കിട്ടിയത് അല്ലേ? ഡയറ്റൊക്കെ പ്രോപ്പറായി ശരിക്കും ആ സമയം കൊണ്ട് പ്രോപ്പറായിട്ട്. കാരണം വിമലാണ് എനിക്ക് ഡയറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുവരെ എനിക്ക് അതിനെപ്പറ്റി ധാരണയില്ല. കുറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ലാതെ ഇതിനകത്ത് എന്താണ് പ്രോട്ടീൻ, ഇതിനകത്ത് എന്താണ് ഫൈബർ, ഇതിലെന്താണ് ഫാറ്റ്, കാർബ്സ് എന്താണ്, അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അറിയാനുള്ളൊരു ഐഡിയ എനിക്കില്ല. അത് വിമലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അത് പ്രോപ്പർലി എടുക്കാൻ കറക്റ്റ് ആയപ്പോൾ ഇപ്പോൾ ഷുഗർ ഇൻടേക്ക് കുറഞ്ഞപ്പം ഹൈപ്പർ പിഗ്മെൻറ്റേഷനിൽ നല്ല വേരിയേഷൻ വന്നു. അത് നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന കാര്യങ്ങളും അത് ശരിയാ, വളരെ ഇമ്പോർട്ടൻ്റാ. ഇപ്പം എൻ്റെ അടുത്ത് ചില ക്ലയൻസ് പറയുന്നത് ഇഞ്ചി കഴിച്ചിട്ട് പിമ്പിൾസ് വരുന്നു എന്ന്. ആദ്യം ഞാൻ കേട്ടപ്പോൾ ഞാൻ വലിയ കാര്യമാക്കിയില്ല. ബിക്കോസ് ഇഞ്ചി ഈസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി, കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിന് നല്ലതാ, ഇഞ്ചി സ്കിന്നിൻ്റെ ഇൻഫ്ലമേഷന് നല്ലതാ, ബോഡിയുടെ ഇൻഫ്ലമേഷന് നല്ലതാ. ഇഞ്ചിക്ക് ഇല്ലാത്ത ഗുണങ്ങളില്ല. ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ അമ്മൂമ്മയൊക്കെ ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് തരും, ഇഞ്ചി അങ്ങനെയാ, ഇഞ്ചി ഇതാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആദ്യത്തെ ഒരു ക്ലയൻറ്റ് ഇഞ്ചിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ അധികം ബോദർ ചെയ്തില്ല. ഞാൻ ശരി അവരെ വിഷമിപ്പിക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ മൈൻഡ് ചെയ്തില്ല. പിന്നെ ആയപ്പോഴത്തേക്കും എനിക്കിങ്ങനെ കിട്ടുന്നുണ്ട് ചില ക്ലയൻസിൻ്റെ അടുത്ത് നിന്ന്, ഇഞ്ചി സ്റ്റോപ്പ് ചെയ്യുമ്പം എനിക്ക് പിമ്പിൾസ് നിൽക്കുന്നു. സോ ദെൻ ഞാൻ എൻ്റെ ബോഡീനെ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പം എല്ലാവരെ പോലെയും എനിക്ക് പീനട്ട്സ് ഒക്കെ കഴിച്ചാൽ ഐ ഗെറ്റ് പിമ്പിൾസ്, ഓക്കെ, ഓർ സ്നാക്സ് ഒക്കെ മിക്സ്ചറൊക്കെ കഴിച്ചാൽ ഐ ഗെറ്റ് പിമ്പിൾസ്. സോ വിച്ച് ഈസ് നോൺ, അതൊരു നൊട്ടോറിയസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. പിമ്പിൾസ് ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് കൂട്ടുന്നു. ഇഞ്ചി എന്ന് പറയുന്നൊരു സംഭവം എനിക്കും അതൊരു പുതിയ നോളജാണ്. ദാറ്റ്സ് വെൻ ഐ സ്റ്റാർട്ടഡ് തിങ്കിങ്, ഓക്കെ, നമ്മളുടെ ബോഡീനെ നമ്മൾ ലിസൺ ചെയ്യുക, നമ്മുടെ ബോഡീനെ നമ്മൾ വാച്ച് ചെയ്യുക, നമ്മൾ ഒരു ഫുഡ് ഡയറി മെയിൻറ്റെയിൻ ചെയ്യുക ആസ് ടു എന്തൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും കൺസ്യൂം ചെയ്യുമ്പോൾ, നമ്മൾ എന്തെങ്കിലും പെർട്ടിക്കുലറായിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് വരുന്നുണ്ടോ, ബീറ്റ് പിമ്പിൾസ് ഓർ ഇച്ചിങ് ആവട്ടെ, ഓർ എന്തെങ്കിലും അത് വേറെ ഒരു റെഡ്നെസ്സോ ഫേസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, എന്തെങ്കിലും ഒരു ചേഞ്ച് സ്കിന്നിന് വരുന്നുണ്ടോ എന്ന് നോട്ടീസ് ചെയ്യാൻ പറയുമ്പം ആൾക്കാർ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് വരുന്നത്. വെൻ ഐ എലിമിനേറ്റ് ദാറ്റ് ഐ ഫീൽ സോ ഗുഡ് അബൌട്ട് ഇറ്റ്. ഇപ്പം ഗോതമ്പ് നിർത്തി കഴിയുമ്പം എ ലോട്ട് ഓഫ് പീപ്പിൾ പറയുന്നുണ്ട്. ഈവൻ റീസെൻ്റ്ലി ഞാൻ വീറ്റ് പാടെ അങ്ങ് നിർത്തി. പക്ഷേ ഐ ഫീൽ ഗുഡ് അബൌട്ട് മൈ സ്കിൻ. എനിക്കും എൻ്റെ ഗട്ടാണെങ്കിലും എനിക്ക് ഗോതമ്പേ പണ്ടൊക്കെ തടിയുള്ളതുകൊണ്ട് തടി കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചോറ് കഴിക്കില്ല, ഗോതമ്പ് ചപ്പാത്തി കഴിക്കുന്നു, ഗോതമ്പ് വെച്ച് ഇടിയപ്പം വരെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇടിയപ്പം അപ്പം കഴിക്കും, ചോറ് കഴിക്കില്ല. അല്ല, ഗോതമ്പ് ഇടിയപ്പം. ഓക്കെ. സോ ഒരു 8 months ബാക്ക് ഫോർ സം റീസൺ മെയ്ഡില്ലായിരുന്നു. അപ്പം ഗോതമ്പ് ചപ്പാത്തി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിട്ട് പതുക്കെ റൈസ് പ്രോഡക്ട്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് ഗുഡ് അബൌട്ട് മൈ സെൽഫ്. ഗട്ടായാലും എൻ്റെ സ്കിന്നായാലും ഒക്കെ ഐ ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്. അപ്പം നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം ആസ് ടു എന്തായിരിക്കും നമ്മുടെ പെർട്ടിക്കുലർ ട്രിഗർ എന്നുള്ളത്. അപ്പം ജിസ്മ ഒരു പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്ത് തുടങ്ങിയപ്പം ജിസ്മയ്ക്ക് ആ ചേഞ്ചസ് വന്നപ്പം മേ ബി ഇറ്റ് സ്റ്റാർട്ടഡ് ആഡിങ് ഓൺ ടു ദ ബെനിഫിറ്റ് അല്ലേ? അതായത് എനിക്ക് ഡോക്ടർക്ക് ഓർമ്മയുണ്ടോ, ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഫോൺ ഓടി വിളിച്ചിട്ട് വന്നു. ഫോൺ വിളിച്ചു. ഞാൻ ഓടി വരല് ഇടയ്ക്കിടയ്ക്കുണ്ട്. ഓടി വരുന്ന ഒത്തിരി വരാറുണ്ട്. ഫോൺ വിളിച്ചിട്ട് എനിക്കെന്താ പെട്ടെന്ന് ഞാൻ പാനിക്കായി. കാരണം എൻ്റെ ബോഡി ഫുൾ അങ്ങ് റെഡായി, തടിച്ചു പൊങ്ങി തടിച്ചു പൊങ്ങിയത് അത് അലർജിക് ആയത് എന്തോ കഴിച്ചിട്ട്.
റെഡായി ഫുൾ ബോഡി. അതായത് ബീഫ് കുറേ വർഷങ്ങളോളം കഴിക്കാണ്ടിരുന്നിട്ട് ആക്സിഡൻ്റലി എൻ്റെ ഫ്രണ്ട് മാറ്റി എന്തോ കട്ട്ലറ്റിൽ ബീഫ് ഇട്ട കട്ട്ലറ്റ് ചിക്കൻ കട്ട്ലറ്റാന്ന് പറഞ്ഞ് എനിക്ക് തന്ന് ഞാൻ കഴിച്ചിട്ട് എനിക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ സ്കിൻ എന്താ പറ്റണേന്ന്, സ്കിൻ അങ്ങ് റെഡായി. എന്നിട്ട് ഫോട്ടോ അയച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താ കഴിച്ചേ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, ഞാൻ ചിക്കൻ കട്ട്ലറ്റ് കഴിച്ചു. അപ്പം എൻ്റെ റൂംമേറ്റ് ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് അവൾ പറയുന്നുണ്ട്, ജിസ്മ സോ സോറി, ഞാൻ അമ്മയെ വിളിച്ചപ്പോൾ അറിയുന്നത് ബീഫ് കട്ട്ലറ്റ് ആയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ജിസ്മ ബീഫ് കഴിക്കാറില്ലേ, ചിലപ്പം പെട്ടെന്ന് കഴിച്ചപ്പോൾ അതാ ആയതായിരിക്കും. ജിസ്മ, ഇപ്പോൾ ഈയിടെയായിട്ട് ഞങ്ങൾ 2 ടെസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അലക്സ് ആൻഡ് ഫോക്സ്. ഇപ്പോൾ ഫോക്സ് ഫുഡ് അലർജി, അലക്സ് എന്ന് പറയുന്നത് സാധാരണ ഡസ്റ്റ് അലർജിയുടെ. അതിൽ നമ്മൾക്ക് അറൗണ്ട് ഒരു 600 അലർജൻസിനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ ചെയ്തില്ല, പേടിച്ചിട്ട്. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കനും മട്ടണൊക്കെയാണ്. ഇനി അത് കഴിക്കാൻ പറ്റാതായി പോകുമെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ. ആൻഡ് ഒരു കൺസേൺ ആയിട്ട് വരുന്ന ആൾക്കാരോട് ഐ ഡു സജസ്റ്റ്. കാരണം ഇപ്പോൾ നമ്മളൊരു ക്രൂസിൽ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ട്രിപ്പിന് പോവുകയാണ്, പെട്ടെന്ന് നമുക്കൊരു പണി കിട്ടിയാൽ എന്തെങ്കിലും കഴിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺഷ്യസ്ലി സ്റ്റേ അവേ ഫ്രം ഇറ്റ്, അല്ലേ? അപ്പോൾ എനിക്കൊന്ന് ജിസ്മയെ ആ ടെസ്റ്റൊക്കെ ഒന്ന് ചെയ്ത് നന്നായിരിക്കും. അല്ല എനിക്ക് ചില സമയത്ത് എനിക്ക് അങ്ങനെ പെട്ടെന്ന് അലർജി സിംറ്റംസ് കാണിക്കാറുണ്ട്. പലതിനും പല രീതിയിലാണ് കാണിക്കുന്നത്. ആപ്രിക്കോട്ട് എനിക്ക് അലർജി ഉണ്ടാക്കുന്ന ഒരു സാധനമാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇച്ചിങ് വന്നിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു. രാത്രി പാതിരാത്രി കാഷ്വാലിറ്റി പോയി ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു. അപ്പോഴാണ് അവർ ആപ്രിക്കോട്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ സ്ഥിരമായി സ്ഥിരമായിട്ട് കഴിക്കാത്തൊരു സാധനമാണ്. അപ്പോൾ വല്ല പ്രോൺസോ ഫിഷോ ഒക്കെ അതെ, അത് പെട്ടുപോയേനെ. അപ്പം എനിക്ക് റെഡ് മീറ്റിനോട് അങ്ങനത്തെ അത് എപ്പോഴും ഇല്ല, ചില പെർട്ടിക്കുലർ സമയങ്ങളിൽ മാത്രം. ഇപ്പം കണ്ടിന്യൂസ്ലി നമ്മളിപ്പം വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് റെഡ് മീറ്റ് നല്ലതാണെന്ന് പറയും. പക്ഷേ കണ്ടിന്യൂസ്ലി എടുക്കുമ്പോൾ ചില സമയത്ത് എനിക്ക് ബോഡി ഭയങ്കര മോശമായിട്ട് റിയാക്ട് ചെയ്യാറുണ്ട്. അത് കൈകാല് മാത്രമല്ല, ഫേസിലും ആണല്ലേ. വരാറുണ്ട്. ഇതിപ്പം ഈ അലർജീനെ പറ്റി പറയുമ്പോഴാണ് നമ്മൾക്ക് എപ്പോഴും ഈ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് ഡയറി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് നമുക്ക് ഹെൽപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ ചില ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, കടുക് അലർജിയാന്നൊക്കെ കാണാറുണ്ട്, മസ്റ്റേർഡ് സീഡ്സിന് അലർജി. പക്ഷേ നമ്മൾ ഇൻ റിയാലിറ്റി നമ്മൾ കടുക് വറുത്തത് കഴിക്കുമ്പം വരുന്നുണ്ടാവില്ല. ഓക്കെ. സോ വിച്ച് മീൻസ് ദാറ്റ് ദർ ഇസ് ഓൾവേസ് എ പോസിബിലിറ്റി, എപ്പോഴെങ്കിലും അതുകൊണ്ട് ഒരു അലർജി വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ്. ഓക്കെ. സോ അപ്പം ഒരു ട്രിപ്പ് പോകുമ്പോഴും, നേരത്തെ പറഞ്ഞൊരു ക്രൂസിലൊക്കെ പോകുമ്പോഴൊക്കെ മസ്റ്റേർഡ് സോസും അങ്ങനെയുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്താൽ കുറേയൊക്കെ നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ബെനിഫിറ്റ് ചെയ്ത് കിട്ടാൻ പറ്റും. ഒരു ക്രൈസിസിലോട്ട് നമ്മൾ വീഴില്ല. മനസ്സിലായി. പിന്നെ ഇതൊക്കെ ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്തു, ജിസ്മയ്ക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ലെവലിലോട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. ജിസ്മയ്ക്ക് അപ്പം അവിടെ ഒരു റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് എന്തായിരുന്നു? ഇതൊക്കെ ചെയ്തതുകൊണ്ട് എന്നെ അക്സെപ്റ്റ് ചെയ്തു, നേരത്തെ പറഞ്ഞില്ല റിജക്റ്റഡ് ആയിന്ന്, എന്നെ അക്സെപ്റ്റ് ചെയ്തു എന്ന് ഒന്ന് തോന്നിയില്ലേ? അതെപ്പോഴായിരുന്നു? അങ്ങനെ ഒരു ഇൻസിഡന്റ് പെർട്ടിക്കുലർലി ഇല്ല. എനിക്ക് മെല്ലെ പേഴ്സണലി കണ്ടപ്പോഴാണോ? അങ്ങനെയൊന്നും എനിക്ക് പെർട്ടിക്കുലർലി കോൺഫിഡൻസ് കുറച്ചും കൂടെ നന്നായത് എൻ്റെ ബോഡി ട്രാൻസ്ഫോർമേഷന് ശേഷമാണ്. പക്ഷെ ജിസ്മ ഒരു ഷോ ചെയ്തില്ലേ വിമലിന്റെ കൂടെ? ജിസ്മ വിമൽ അങ്ങനെയല്ലേ വന്നത്? അതെ, ആ ടേം, ആ ഒരു നോമൻക്ലേച്ചർ വന്നത് ജിസ്മ വിമലിന് ഒരു ഷോ ചെയ്തപ്പോഴില്ലേ, സൂര്യ സൂര്യയില്. അപ്പം അപ്പോഴാണോ ജിസ്മയ്ക്ക് ആ ഒരു അക്സെപ്റ്റൻസ് ഫീൽ ചെയ്തത്? അത് ആ ഷോ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് അങ്ങനെ ടി വി അതായിരുന്നു ആദ്യത്തെ അല്ല, ഞാൻ ഇന്റർവ്യൂസ് എടുക്കുമായിരുന്നു. ടോക്ക് ഷോസ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനൽസിൽ, പല ചാനലുകളുടെയും കൂടെ. പിന്നെ ടി വി ചാനൽസിൽ കുറച്ച് ചാനലുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ ലൈവ് പരിപാടി ആദ്യമായിട്ടായിരുന്നു ചെയ്യുന്നത്. നമ്മൾ ഷോ ആയിരുന്നു അത്. ലൈവായിട്ട് നിന്ന് ആൾക്കാരുമായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു ഹാഫ് ആൻ അവർ കണ്ടിന്യൂസ്ലി എനർജി കീപ്പ് ചെയ്ത് ആൾക്കാർ ഫോൺ കോളിൽ അറ്റൻഡ് ചെയ്ത് ഹാപ്പി ആയിട്ട് അങ്ങനെ മറ്റേ എനർജി ഇങ്ങനെ അങ്ങനെ നിൽക്കണമല്ലോ. തുള്ളി അതെ, ആ സമയത്തേക്കൊക്കെ എനിക്ക് തോന്നുന്നു എനിക്ക് ആ ട്രാൻസ്ഫോർമേഷന് ശേഷം എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ഐ വാസ് കോൺഫിഡൻറ്റ്. കാരണം ആ എന്താ പറയുക, ആൾക്കാരുടെ എന്ത് ഭക്ഷണം കുറയ്ക്കുക എന്നുള്ള പറച്ചിലില്ലേ, മെയിൻലി ഫാമിലിക്കകത്തു നിന്നും കുറേ പേര് അങ്ങനെ പറയുമായിരുന്നു, നീ കഴിക്കുന്നത്. എല്ലാവർക്കും അതൊരു മോട്ടിവേഷൻ ആയിട്ട് വരില്ല. എന്നോടൊക്കെ പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അതെ, അത് നല്ലതാ ആക്ച്വലി. എന്തിനാ മൈൻഡ് ചെയ്യേണ്ട ആവശ്യം എന്താ? നമ്മൾ മെന്റലി ഹേർട്ട് ചെയ്യുന്ന കാര്യമാണത്. എൻ്റെ ഞാൻ അന്ന് ഐ വാസ് വെരി യങ്, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ബോധം എനിക്കില്ലായിരുന്നു. ജിസ്മ തിരിഞ്ഞു നോക്കുമ്പം ഇൻസൾട്ട് ചെയ്ത ആൾക്കാരോട് ജിസ്മയ്ക്ക് എപ്പോഴെങ്കിലും താങ്ക്ഫുൾ ആയിട്ട് തോന്നാറുണ്ടോ? നെവർ നെവർ നെവർ. സോ നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നവരെ ബൂസ്റ്റ് ചെയ്യുന്ന പോലെ അവരിതാ ഞങ്ങൾ ചെയ്യുന്ന കറക്റ്റ്, നിങ്ങൾ നന്നാവാൻ വേണ്ടി അങ്ങനെ ചെയ്തത്. അങ്ങനെ ആക്ച്വലി ഒരാളുടെ ലൈഫിലേക്ക് പറയാനുള്ള അധികാരം ആർക്കുമില്ല. മറ്റൊരാളെ ഹേർട്ട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ എനിക്കത് ട്രോമയായി. എനിക്ക് PTSD ഉണ്ട്, ഇപ്പോൾ പോസ്റ്റ് ട്രോമാറ്റിക് സിൻഡ്രോം ഉണ്ട്. ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുക ഇപ്പോൾ. എനിക്ക് ആ സമയത്ത് എൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ടൈമിൽ ആ സാധനങ്ങൾ ബാഡായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ യങ് ഏജിൽ പൊട്ടത്തരം അങ്ങനെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ.
പക്ഷേ ഇൻ എ ഗുഡ് വേ നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിനെ ഗുഡ് വേ അവർക്ക് മോശമാവാത്ത രീതിയിൽ അവരിലേക്ക് ലൈക്ക് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പം ഇപ്പം ഡോക്ടർ പറഞ്ഞത് ഡോക്ടറെ അടുത്ത് അത് ലേൺ ചെയ്യുക, അതും കൂടി ലേൺ ചെയ്യും നല്ല രീതിയിൽ പറഞ്ഞു തരാൻ പറ്റുമല്ലോ. അത് ദാൻ ഇൻസൾട്ടിങ് യു അല്ലെങ്കിൽ മെൻ്റലി ഹേർട്ടിങ് യു. അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ പുള്ളിക്ക് അങ്ങനെ ഹേർട്ട് ചെയ്യാനോ ഇൻസൾട്ട് ചെയ്യാനല്ല, ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇല്ലേ, നമ്മളൊന്ന് ട്രിഗർ ചെയ്തു, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ല? ഓരോരുത്തരും ചിലപ്പോൾ നമ്മൾ വായിന്ന് വീഴുന്ന വാക്ക്, നമ്മുടെ വായിന്നൊരു വാക്ക് വീഴുന്നു, അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾക്ക് അത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് അല്ലേ, അതനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ജിസ്മയുടെ സ്കിൻ കെയർ ജേണിയൊക്കെ പോയി. പക്ഷെ അതിന് മുന്നേ എനിക്കറിയേണ്ടത് ജിസ്മ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ്, ഈ തൈര്, നാരങ്ങ അതല്ലാതെ വേറെ എന്തെങ്കിലും ഈ ഓവർനൈറ്റ് വൈറ്റനിങ് ക്രീംസ് അതുപോലെയൊക്കെ വല്ലതും എടുത്ത് അപ്ലൈ ചെയ്തായിരുന്നു? വൈറ്റനിങ് ക്രീംസ് ഞാനൊന്നും യൂസ് ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഈ മഞ്ഞൾ അരച്ച് തേച്ചിട്ടുണ്ട്. കുങ്കുമാതി തൈലം എന്ന് പറയുന്ന സാധനമല്ലേ, അത് യൂസ് ചെയ്തിട്ടുണ്ട്. അതൊന്നും മോശമാണെന്ന് പറയില്ല ഞാൻ, പക്ഷെ അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ കാണും. ബട്ട് നോട്ട് ഫോർ നോട്ട് ഫോർ എവരി വൺ. അതാ എനിക്കതാ ബിക്കോസ് ഐ ടെൽ യു വൺ തിങ്. എൻ്റെ അച്ഛൻ എല്ലാ സൺഡേയും അച്ഛൻ്റെ മീ ടൈം എന്ന് പറയുന്നത് ആയുർവേദ മസാജ്. ഞാൻ കുഞ്ഞിലെ തൊട്ടേ കാണുന്നു, ഇപ്പോഴും അത് തന്നെ. ഞായറാഴ്ച നാട്ടിൽ പോവുകയാണെങ്കിൽ അച്ഛനെ കിട്ടില്ല. രാവിലെ തൊട്ട് ഞാൻ പറയാം അച്ഛൻ നീരാട്ടിന് പോയെന്ന് പറയും, കാരണം അച്ഛന് ഈ ആയുർവേദ മസാജ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് കണ്ടിട്ട് ഒരു കർക്കിടക മാസത്തിൽ ഐ വെൻറ്റ് ഇൻ ഫോർ എ മസാജ്. അത് നല്ലൊരു സെൻറ്ററിലാണ് പോയത് കേട്ടോ. 21 ഡേയ്സ് ഞാൻ വിചാരിച്ചു, ഞാൻ എന്നും നോൺ വെജൊക്കെ കഴിക്കുന്ന ഒരാളല്ലേ, വെജ് ആവാം, ഡീടോക്സ് ആക്കണം, ഡീടോക്സ് ആ ഒരു മോഡിലോട്ട് പോകാം, വെജ് ആവണം, 21 ദിവസത്തെ കർക്കിടക കഞ്ഞിയൊക്കെ കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ തുടങ്ങി 3rd ഡേ ഒക്കെ ആയപ്പോഴത്തേക്കും 3rd ഡേയിലത്തെ മസാജൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പം മൈ ഗോഡ് ഭയങ്കര ഇച്ചി. എൻ്റെ നെയിൽസിൻ്റെ അറ്റം വരെ ഭയങ്കരമായിട്ട് ഇച്ച് ചെയ്യാൻ തുടങ്ങി. ഒരു രക്ഷയില്ലാത്ത ചൊറിച്ചിൽ. ആൻഡ് ഐ കോൾഡ് ഹർ അപ്പ്. ആ ഡോക്ടറെ അടുത്ത് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് കുട്ടിക്കൂറ പൗഡർ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഹസ്ബൻഡ് സ്ഥലത്തില്ല എന്ന്. ഞാൻ ആകെ പെട്ടുപോയെന്ന് എനിക്ക് മനസ്സിലായി. സോ എൻ്റെ വീട്ടിൽ ഞങ്ങൾക്കൊക്കെ ശ്വാസം മുട്ടൊക്കെ വല്ലപ്പോഴും വരാറുള്ളതുകൊണ്ട് സ്റ്റിറോയിഡ് ഗുളികകളുണ്ട്. ഞാനൊരു 5 ഗുളിക എൻ്റെ ബോഡി വെയ്റ്റ് അനുസരിച്ചിട്ട് ഞാനൊരു 3-4 ഗുളിക എടുത്ത് കഴിച്ചു. ബിക്കോസ് എനിക്കറിയാം ഞാൻ കൊളാപ്സ് ചെയ്യും കുറച്ചുകൂടെ കഴിഞ്ഞാൽ. എനിക്ക് നാക്ക് വരെ ചൊറിഞ്ഞു തുടങ്ങി, പതുക്കെ ലിപ്പ് സ്വെല്ലിംഗ് ഒക്കെ വന്നു തുടങ്ങി. ഐ ജസ്റ്റ് ടുക്ക് ദാറ്റ് ടാബ്ലറ്റ് ആൻഡ് എ ബിറ്റ് ഓഫ് ഒരു ആൻറ്റിഹിസ്റ്റമിനും എടുത്തു. അതോടെ ഞാനൊന്ന് സെറ്റിലായത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഈവൻ എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറയും അതെല്ലാവർക്കും ചെയ്യണം, ആയുർവേദമല്ല. ആയുർവേദം മോശം എന്നല്ല കേട്ടോ പറയുന്നത്. അത് എണ്ണയല്ലേ, ഇലകൾ വെച്ചിട്ടല്ലേ, നാച്ചുറൽ പ്രോഡക്ട്സ് അല്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്കത് പറ്റിയതേ ഇല്ല. പക്ഷേ ഇപ്പോഴും വെളിച്ചെണ്ണയൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് ഈ ഇലകൾ അപ്ലൈ ചെയ്യാൻ, ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ എനിക്കിപ്പോഴും ഒരു ഫിയർ ഉണ്ട്. അതായത് വെച്ചാൽ ജിസ്മയ്ക്ക് അങ്ങനത്തെ വല്ല ബുദ്ധിമുട്ടുകളും വന്നിരുന്നോ എന്നുള്ള അലർജി. അത് എന്താ വെച്ചാൽ ഞാൻ ഈ കുങ്കുമാതി തൈലം നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ഒരു ബ്രാൻഡിൻ്റെ കുങ്കുമാതി തൈലം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. റിസൾട്ട് ഉണ്ട്, നല്ലതായിരുന്നു. അതെ. പക്ഷേ എനിക്ക് പെട്ടെന്ന് ബ്രേക്ക്ഔട്ട്സ് വരുമായിരുന്നു. എന്നുവെച്ചാൽ അതെനിക്ക് ലേറ്ററാണ് മനസ്സിലായ എല്ലാ സ്കിന്നിനും ആക്ച്വലി നാച്ചുറൽ പ്രൊഡക്ട്സ് പറ്റത്തില്ല എന്നുള്ളത്. ഞാൻ നേരത്തെ സൺസ്ക്രീൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ രണ്ടും പിമ്പിൾ പ്രോൺ സ്കിന്നാണ്. പക്ഷേ ജിസ്മയ്ക്ക് ഫേവറേറ്റ് ആയിട്ടൊരു സൺസ്ക്രീൻ എനിക്ക് അപ്ലൈ ചെയ്താൽ എനിക്ക് കുരു വരും. അതേപോലെ എല്ലാവർക്കും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഓരോരോ പ്രോഡക്ട്സ് എൻഡോർസ് ചെയ്യുമ്പം ഐ എം എഗൻസ്റ്റ് ഇറ്റ്. കാര്യം ഇഫ് യു ഹാവ് ദിസ് യു ഡു ദിസ്, ഇഫ് യു ഹാവ് ദിസ് യു ഡു ദാറ്റ് എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും പറ്റില്ല. ഇപ്പം നമ്മൾ കൺസൾട്ട് ചെയ്ത് സ്കിൻ അസസ് ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ട് കൊടുക്കുന്ന ക്രീംസിന് തന്നെ ഒരു 5 ദിവസം 6 ദിവസം കഴിയുമ്പോൾ എനിക്ക് അവിടെ ഇവിടെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കേട്ടോ എന്ന് ക്ലയൻറ്റ് പറയാറുണ്ട്. നോട്ട് ഓൾവേസ്, ഒരു 1% 2% എന്ന് എനിക്ക് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടാറുണ്ട്. എനിക്കെന്നല്ല, ഒരു എല്ലാ ഡെർമാറ്റ്സിനും കിട്ടാറുണ്ട്. അപ്പോഴത് മനസ്സിലാക്കുന്നത് ഓരോ സ്കിന്നും ഡിഫറെൻറ്റാണ്. ഇപ്പം ഒരു സ്കിൻ ടൈപ്പ്, ഇപ്പം ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഒരു 100 ആൾക്കാർ വിത്ത് ഓയിലി സ്കിൻ, ഒരേ ടൈപ്പ് ഓഫ് സ്കിൻ ഉണ്ടെങ്കിൽ ഒരേ പ്രോഡക്റ്റ് 100 രീതിയിലായിരിക്കും അവരുടെ പുറത്ത് ആക്ട് ചെയ്യുന്നത്. മനസ്സിലായില്ല? ബട്ട് നമ്മളൊരാളെ കൺസൾട്ട് ചെയ്യുമ്പം ഔട്ട്കം വെച്ചിട്ടാണ് നമ്മൾ, എന്താ വെച്ചാൽ അവർക്ക് എന്താണ് അവരുടെ ആട്രിബ്യൂട്ട്, അവർക്കിപ്പോൾ എന്തെങ്കിലും പെർട്ടിക്കുലർ കൺസേൺ ഉണ്ടോ. ഇപ്പം ജിസ്മയെ കാണുമ്പം അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഈ ഒരു പിഗ്മെൻറ്റേഷൻ മാത്രമായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. പക്ഷേ ജിസ്മയുടെ കൺസേൺ എന്താ, പിമ്പിൾസ് ആയിരുന്നിരിക്കും. ഓക്കെ, സോ ക്ലയൻറ്റിനെ ബോദർ ചെയ്യുന്ന കൺസേൺ ആയിരിക്കും ആദ്യം നമ്മൾ ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, അല്ലാതെ എൻ്റെ കണ്ണിൽ അത് വൃത്തികേടായിട്ട് തോന്നുന്നു അതുകൊണ്ട് ഞാനത് ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വോണ്ട് വർക്ക് ഔട്ട് ദാറ്റ് വേ. ഇപ്പം ചില ക്ലയൻസ് എന്നോട് ചോദിക്കും, ഡോക്ടർ എന്താ ഈ മറുകെടുത്ത് കളയാത്തതെന്ന് ചോദിക്കും.
അപ്പോൾ ഞാൻ പറയാം എന്നെ അത് ബാധിക്കുന്നില്ല, എനിക്കതൊരു വൃത്തികേടായിട്ട് തോന്നുന്നില്ല. അറ്റ് ദ സെയിം ടൈം 1-2 ലൈൻസോ റിങ്കിൾസോ ഒക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ദൈവമേ 40+ ആയി, റിങ്കിൾസ് വന്നു, പ്രായം കാണുമോ എന്നുള്ളൊരു തോന്നൽ വരും. അതേപോലെ നമ്മളെ എന്താണോ അലട്ടുന്നത് അതിന് വേണം നമ്മൾ ഹെൽപ്പ് എടുക്കാൻ. അല്ലാതെ എനിക്ക് 25 ഓ ഇനിയിപ്പോൾ ആൻറ്റി ഏജിങ് തുടങ്ങേണ്ട സമയം കഴിഞ്ഞു, ഓക്കെ എനിക്ക് 30 അയ്യോ എനിക്കിപ്പം റിങ്കിൾസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തേ പറ്റൂ. നോ, ഇഫ് യു ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ് ഫൈൻ, ദാറ്റ്സ് ഓക്കെ. പക്ഷേ നമ്മൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു കൺസേൺ ആയിട്ട് തോന്നുവാണെങ്കിൽ സീക്ക് ഹെൽപ്പ്. കാരണം അത് നമ്മുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ലൈഫ് തന്നെ മാറിപ്പോവും, അല്ലേ? ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടൊരു 22-year-old ഗേളിനാണ് ഞാൻ ബൊട്ടോക്സ് ചെയ്തത്. കാരണം ആൾക്ക് അത് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് അല്ല, അത് കൺസേൺ വൈസ് ആയിട്ടാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് ക്രോസ് ഫീറ്റ് ഉണ്ട്, ഇവിടെ ചിരിക്കുമ്പോൾ ഉള്ള ഈ ലൈൻസ്, ഓക്കെ എനിക്കില്ല ബിക്കോസ് ഇറ്റ്സ് ഓൾ ട്രീറ്റഡ്. അപ്പോൾ ചിരിക്കുമ്പോൾ ഉള്ള ഈ ലൈൻസ് ആ കുട്ടിക്ക് അത് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ ചോദിച്ച് വന്നപ്പം ഷീസ് എ സ്മോക്കർ. അപ്പോൾ സ്മോക്ക് ചെയ്യുമ്പം ഈ ഒരു ആക്ഷൻ ചെയ്ത് അവിടുത്തെ മസിൽ കൺട്രാക്ഷൻ കുറച്ചുകൂടി ഷീ സ്റ്റാർട്ടഡ് ഡെവലപ്പിംഗ് ദോസ് റിങ്കിൾസ്, ഓക്കെ. സോ അപ്പം അതിനെ ട്രീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റിങ്കിൾ പോയപ്പോൾ തന്നെ അവൾക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് തോന്നി, മുഖത്തൊരു ജീവൻ വന്ന പോലെ. സോ അതുകൊണ്ട് കൺസേൺ അനുസരിച്ചിട്ടായിരിക്കും എപ്പോഴും നമ്മളൊരു അപ്രോച്ച് ചെയ്യേണ്ടത്. അല്ലാതെ നാട്ടുകാരെല്ലാവരും ഇതിൻ്റെ പുറകെ പോകുന്നു, സോ ഐ ഷുഡ് ഓൾസോ ഗോ ബിഹൈൻഡ് ഇറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് തെറ്റാണ്. ബേസിക്കലി ഇപ്പോൾ ഈ റിങ്കിൾസിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ നമ്മളെനിക്ക് തോന്നുന്നു 2022 ശേഷമാണല്ലേ ഫില്ലേഴ്സ് എടുത്തു തുടങ്ങിയത്. പക്ഷേ എൻ്റെ ജിസ്മ ഒറ്റ മനുഷ്യൻ അത് ജിസ്മ ഓപ്പൺലി പറയാൻ റെഡി ആണല്ലോ, അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം ബിക്കോസ് എനിക്കതൊരു എൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ ഇതുവരെ ഐഡന്റിഫൈ ആയിട്ടില്ല. ഞാൻ ഫില്ലർ ഞാൻ ലിപ്പിൽ ഫില്ലർ ചെയ്തിട്ടുണ്ട്, അണ്ടർ ചെയ്തിട്ടുണ്ട്, ആരും കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. അതെ, കാരണം എനിക്കതൊരു സംശയം ഉണ്ടായിരുന്നു, ജിസ്മ അത് ഓപ്പൺ അപ്പ് ഇല്ല ചെയ്യുമോ ഇല്ല ആൻഡ് ബിക്കോസ് ഇറ്റ്സ് യുവർ പ്രൈവസി. കാരണം ഇതൊരു ഒരു ഹഷ് ഫീൽഡ്, ആർക്കും ഇഷ്ടമല്ല നമ്മൾ എന്താ ചെയ്തതെന്ന് പുറത്ത് പറയുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഫീൽഡിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാനിവിടെ ബൊട്ടോക്സ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഇവിടെ ഫില്ലർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഞാൻ ഓപ്പൺലി പറയും. ബിക്കോസ് ഞാൻ പ്രീച്ച് ചെയ്യുന്നത് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റായിട്ടല്ലേ വരുള്ളൂ. അപ്പം ഞാനിത് ഈ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ആലോചിച്ചു, ജിസ്മ ഇത് പറയുമോ അതോ ഇല്ല പെർഫെക്റ്റ്ലി ഫൈൻ. ഞാൻ ചെയ്ത കാര്യങ്ങൾ പറയാൻ എനിക്ക് ഒരു മടിയില്ല. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഗ്ലൂട്ടത്തായോ ഞാൻ ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ എനിക്ക് ഒരു മടിയില്ല. ബിക്കോസ് ഞാൻ എന്താ ഫില്ലേഴ്സ് എടുത്തത് എനിക്ക് എവിഡൻ്റ്ലി അണ്ടർ ഐയിലെ ലൈൻസ് വന്നു തുടങ്ങിയപ്പോഴാണ്. അപ്പോഴും ഡോക്ടർ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഇപ്പോഴും ഇടയ്ക്ക് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും ഇല്ല, അത് പ്രശ്നമാണെന്ന് തോന്നുമ്പോൾ മാത്രം. അപ്പം ബിക്കോസ് അതുകൊണ്ട് എന്താണെന്നറിയോ ജിസ്മ, എ ബിറ്റ് ഓഫ് ടയേർഡ്നെസ് നമ്മുടെ ഫേസിലിരിക്കുന്ന ഒരു ഭംഗിയാണ്. അതെ നമ്മളെ അതൊരു കൂടുതൽ എക്സ്പ്രസീവ് ആക്കും. അത് ഫുൾ കവർ ചെയ്ത് മെത്ത പോലെ ആക്കുന്നത്, പില്ലോ ഫേസ് പോലെ വരുന്നത് ഡസൻ ലുക്ക് ഗുഡ്, എസ്പെഷ്യലി ഓൺ സ്ക്രീൻ. കാരണം ഓൺ സ്ക്രീനിൽ യു ടെൻ ടു ലുക്ക് ഫ്യൂ പൗണ്ട്സ് ബിഗർ. അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ എല്ലാ നുവാൻസസും ഫിക്സ് ചെയ്തിട്ടിരിക്കുവാണെങ്കിൽ യു വോണ്ട് ലുക്ക് ഗുഡ്. അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. ബിക്കോസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ തന്നെ ഒരു ബെറ്റർ വേർഷനായിട്ട് നമ്മൾ വരാവും. അല്ലാതെ എല്ലാ കുറവുകളും കറക്റ്റ് ചെയ്തിട്ട് വരുവാണെങ്കിൽ അതിനെന്തോ ഒരു യു പ്രശ്നം ഫീൽ വിൽ ചെയ്ത് എൻഡ് അപ്പ് ലുക്കിംഗ് പ്ലാസ്റ്റിക്. അപ്പോൾ ജിസ്മയുടെ തന്നെ അണ്ടർ ഐ ഫില്ലർ നമ്മൾ എന്നായിരുന്നു ചെയ്തത്? 22-ലാണ് 22. അപ്പോൾ ജിസ്മ ചോദിക്കുമ്പോഴും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ അണ്ടർ ഐ ഫില്ലേഴ്സൊക്കെ സാധാരണ ചെയ്യുമ്പോൾ ഒരു 2-3 ഇയേഴ്സൊക്കെ ലാസ്റ്റ് ചെയ്യാറുണ്ട് ജിസ്മ. അതിപ്പം പേഷ്യൻ്റ് കൺസൾട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ 1 ഇയർ എന്നൊക്കെ പറഞ്ഞാൽ പോലും മിക്ക കേസിലും ഒരു 2-3 ഇയേഴ്സോളം ലാസ്റ്റ് ചെയ്യുന്ന കാണാറുണ്ട്. ഇത് കൂടാതെ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ബിക്കോസ് എല്ലാവരും ഈ ഫില്ലറൊക്കെ ചെയ്യുമ്പോഴേ ഡോക്ടർ ഇത് കോൺഫിഡൻഷ്യൽ ആണല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നതുകൊണ്ട് എനിക്കത് ചോദിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഐ തിങ്ക് ഇതൊക്കെ നോർമലായിട്ട് നമ്മൾ എടുക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു ആക്ച്വലി. അത് ഇപ്പം ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഭയങ്കര മിത്തായിട്ട് ഭയങ്കര, അതായത് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആൾക്കാരിൽ ഭയങ്കരമായിട്ടുണ്ട്. ഫില്ലർ ചെയ്ത മുഖം അനങ്ങില്ല, പിന്നെ അഭിനയിക്കാൻ പറ്റത്തില്ല, അങ്ങനെ തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ അത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ വൈ നോട്ട്, അത് നമുക്കൊരു കോൺഫിഡൻസ് തരുന്നെങ്കിൽ, അത് നമ്മുടെ അപ്പിയറൻസിനെ കുറച്ച് ബെറ്റർ ആക്കുന്നെങ്കിൽ അത് ചെയ്യുന്നതിൽ തെറ്റെന്താ? അതെ. അപ്പം ജിസ്മ ചെയ്ത ഈ ഇഞ്ചെക്റ്റബിൾ ട്രീറ്റ്മെൻറ്റ്സ്, ബിക്കോസ് ഇഞ്ചെക്ഷൻ അല്ലേ പലർക്കും പേടിയുണ്ട്. ഞാനൊരു ഫോറിൻ സബ്സ്റ്റൻസ് ഇഞ്ചെക്ട് ചെയ്ത് വെക്കുകയല്ലേ, am I going to look plastic ഓൺ സ്ക്രീനിൽ, എനിക്ക് എക്സ്പ്രഷൻ വരുമോ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ജിസ്മ എന്നെ ഒന്ന് വിശ്വസിക്കുക ജിസ്മ, അല്ലേ? ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് എ ലോട്ട് ഓൺ ദ ഇഞ്ചെക്ടർ ഓൾസോ. കാരണം നമ്മൾ ഒരു ചുളിവ് പോലും വയ്ക്കാൻ പാടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്കില്ല. ഇപ്പോൾ ജിസ്മ ഓൺ സ്ക്രീനിൽ കാണുമ്പം ഐബ്രോ ലിഫ്റ്റ് ചെയ്യുമ്പം അവിടെ മൂവ്മെൻറ്റ് വരണം, കൂടുതൽ ലൈൻസ് വരരുത് എന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. ചിരിക്കുമ്പം ഒരു കുഞ്ഞു കുഴി അവിടെ വരണം, പക്ഷെ ഒത്തിരി ലൈൻസ് വരുമ്പോൾ നമ്മൾക്ക് ഏജിനെക്കാട്ടിലും നമ്മൾക്ക് മെച്ചോർഡ് സ്കിന്നായിട്ടിരിക്കും.
പിന്നെ നമ്മൾ വേറെ ഏതൊക്കെ ഏരിയാസ് എനിക്കൊന്ന് സ്മൈൽ ലൈൻ ഒരു ചെയ്തിട്ടുണ്ട്, തവണ ഇവിടെ ചെയ്തിട്ടുണ്ട്, സ്മൈൽ ലൈൻ ചെയ്തിട്ടുണ്ട്. ലിപ്സ് ചെയ്തില്ലേ നമ്മൾ? ലിപ്സ് ഒരു തവണ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതൊന്നും ആരും എന്നോട് എൻ്റെ അമ്മ, അച്ഛൻ, ബ്രദർ അല്ലെങ്കിൽ എന്നെ സ്ക്രീനിൽ കാണുന്ന എൻ്റെ ഓഡിയൻസ് ആർക്കും ഞാൻ ഫില്ലർ ചെയ്തതായിട്ട് ഇതുവരെ ആരും കോമെന്റ് പറയില്ല. ചെയ്തിട്ടില്ല. അപ്പം പീപ്പിൾ തിങ്ക് ദാറ്റ് ഐ ടുക്ക് ഗ്ലൂട്ടത്തയോൺ ഗ്ലൂട്ടത്തയോൺ, ജിസ്മ ഗ്ലൂട്ടത്തയോൺ. അല്ല, അപ്പം അപ്പോൾ ചോദിക്കില്ലേ, അപ്പോൾ ഇത്രയും കാശ് ചിലവാക്കിയ വെറുതെ ആയി പോയോ എന്ന്. പക്ഷേ ജിസ്മയുടെ കുഞ്ഞു കുഞ്ഞു കുറവുകൾ കുറച്ചൊന്ന് ബെറ്റർ ആക്കി, അത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ബിക്കോസ് എനിക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ബിഫോർ ആഫ്റ്റർ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ ആ വേരിയേഷൻ. കാരണം ഒരു പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കുന്നു എന്നുള്ളത്. നമ്മൾ അതിൽ ആദ്യമേ കെയർ കൊടുത്തു തുടങ്ങുക എന്നുള്ളത്. ജിസ്മയുടെ കേസിൽ യു സ്റ്റാർട്ടഡ് ടേക്കിംഗ് കെയർ ഓഫ് യുവർ സ്കിൻ അറ്റ് ദ റൈറ്റ് ടൈം, ഡ്യൂ ടു വാട്ട് എവർ റീസൺ ഇറ്റ് ഇസ്. പക്ഷേ യു സ്റ്റാർട്ടഡ് ടേക്കിംഗ് കെയർ ഓഫ് യുവർ സ്കിൻ അറ്റ് ദ റൈറ്റ് ടൈം. നമ്പർ 2, നമ്മൾ കറക്റ്റ് സമയത്താണ് വേണ്ട കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇൻ ടേംസ് ഓഫ് യുവർ ട്രീറ്റ്മെൻറ്റ്സ്. ഓക്കെ, പിന്നെ ഇടയ്ക്ക് ഓർക്കുന്നുണ്ടോ നമ്മൾ ജോ ലൈൻ ഫില്ലർ ചെയ്തോ? ഇല്ല, ജോ ലൈൻ നമ്മൾ ഹൈഫോ ചെയ്തത്. അത് ജിസ്മ പറഞ്ഞ എനിക്ക് ബിക്കോസ് നമ്മൾ ചിൻ ഫില്ലറൊക്കെ ചെയ്യുവാണെങ്കിൽ ബ്രൂസ് വരാൻ പോസിബിലിറ്റി ഉണ്ട്. ജിസ്മയ്ക്ക് എന്തോ ഒരു ഇവൻറ്റ് വരുന്നുണ്ട്, എനിക്ക് ഇഞ്ചക്ഷന് സമയമില്ല ഡോക്ടർ, ബ്രൂസൊക്കെ വന്നാൽ ഇതാവും, എനിക്ക് ഒത്തിരി സീരീസിൻ്റെ ഷൂട്ടൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം നമ്മൾ ഹൈഫോ അറ്റംപ്റ്റ് ചെയ്തു അല്ലേ. ആൻഡ് ഹൈഫോൻ്റെ ഒരു വീഡിയോയും ജിസ്മ പോസ്റ്റ് ചെയ്തിരുന്നു. അതിലെ വ്യത്യാസം മനസ്സിലായ ജോ ലൈനിൽ അല്ലേ. അതാ പറഞ്ഞത്, നമ്മൾ എല്ലാവർക്കും ഫില്ലർ തന്നെ, എല്ലാവർക്കും ഹൈഫോ ആണ്, എല്ലാവർക്കും ഇന്ന പർട്ടിക്കുലർ മൊഡാലിറ്റി എന്നല്ല. എ ലോട്ട് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ്, ഒത്തിരി ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിളാണ്. ഇപ്പം തന്നെ ഒത്തിരി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എത്ര പേര് വരുമെന്നറിയാം. എനിക്ക് ഇഞ്ചെക്റ്റബിൾസ് വേണ്ട, പക്ഷേ എനിക്ക് ഇവിടെ സ്കിൻ തൂങ്ങിക്കിടക്കുന്നു, എനിക്ക് ഇവിടെ സാഗിങ് തോന്നുന്നു, ഡബിൾ ചിൻ തോന്നുന്നു, എനിക്ക് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നുന്നു, എനിക്ക് ഇതൊന്നും ഇഞ്ചെക്ഷൻസ് ഇല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ചിലർ പറയും ഐ വോണ്ട് ടു ഏജ് ഗ്രേസ്ഫുള്ളി എന്നൊക്കെ തുടക്കത്തിൽ പറയും. ഇപ്പം അഗൈൻ പതുക്കെ ഇഞ്ചെക്റ്റബിൾസിലോട്ട് ട്രാൻസ്ഫോർമേഷൻ വരുന്നുമുണ്ട്, അതിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുമുണ്ട് ആൾക്കാർ. അങ്ങനെയൊക്കെ വരുമ്പോൾ മൈ പോയിൻ്റ് ഈസ്, ഇപ്പം നിങ്ങൾക്ക് ഇഞ്ചെക്ഷൻ ഫോബിയ ഉണ്ടെങ്കിൽ ഓക്കെ, ഇഞ്ചെക്റ്റബിൾസ് ഇല്ലാത്ത ട്രീറ്റ്മെൻറ്റ്സും അവൈലബിളാണ്. പക്ഷേ യുവർ എക്സ്പെക്റ്റേഷൻ ഷുഡ് ബി ആ ഒരു ലെവലിൽ. അങ്ങേയറ്റം പ്രതീക്ഷ വെച്ചിട്ട് എനിക്ക് അത് പേടിയാ ഇത് പേടിയാന്ന് പറഞ്ഞാൽ നമുക്കൊരു പക്ഷേ അതിലോട്ട് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റില്ലായിരിക്കാം. ബട്ട് നമ്മളുടെ കറണ്ട് ബുദ്ധിമുട്ടുകളിൽ നിന്ന്, സ്കിന്നിനെ പറ്റിയിട്ട് ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് കുറേയൊക്കെ മേലോട്ട് കൊണ്ടുവരാൻ പറ്റും വിത്തൗട്ട് ഇഞ്ചെക്ഷൻസ്. അപ്പം ജിസ്മ പിന്നെ എനിക്ക് തോന്നുന്നു സ്കിൻ ബൂസ്റ്റേഴ്സ് ഉപയോഗിച്ചിരുന്നു, ചെയ്തിരുന്നില്ലേ? ഫേസിൽ ഫുൾ ഇഞ്ചെക്ഷൻ വെച്ചിട്ട് ഇതൊക്കെ പെയിൻഫുൾ ആയിരുന്നു ജിസ്മ? എനിക്ക് ആക്ച്വലി സിറിഞ്ച് എന്ന് പറയുന്ന സാധനത്തിനോട് ഭയങ്കരമായ ഒരു പേടി പണ്ടോട്ടുണ്ട്. ഇപ്പോഴും അതെ. വെറുതെ നമ്മൾ മറ്റേ എനിക്കൊട്ടും തോന്നിയില്ല. പിന്നെ ഞാൻ കിടന്ന് കാറുന്ന എനിക്ക് ഭയങ്കര പേടിയുണ്ട് അതിനോട്. ബട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കുന്ന അത്ര പെയിൻഫുൾ ആയിട്ടുള്ളൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഭയങ്കര വേദനയായിരിക്കും സിറിഞ്ച് കുത്തുമ്പോൾ. പക്ഷെ എനിക്ക് ഇവിടെ ഒന്നും ഐ ഡിഡ്ന്റ് ഈവൻ ഫീൽ നമുക്ക് ചെറിയൊരു മറ്റേ ടിക്ലിംഗ് സെൻസേഷൻ ഇല്ല അതുപോലും. എനിക്ക് തോന്നുന്നു ജിസ്മ മേ ബി ഞാനുമായിട്ട് ഒത്തിരി കംഫർട്ടബിളും കൂടെ ആയതുകൊണ്ട് ആ ഒരു ധൈര്യം ഓൾസോ മാറ്റേഴ്സ് അല്ലേ. നമ്മൾ നോക്കുമ്പോൾ മുഖത്തോട്ടൊരു സാധനം കുത്തുമല്ലേ. ഇപ്പം ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോഴും നമുക്ക് ആ ഒരു ധൈര്യമാണ്, ഡോക്ടറുടെ പുറത്തുള്ളൊരു ധൈര്യമാണ്. എനിക്ക് ഒരു ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു 3-4 ദിവസം മുന്നേ എനിക്ക് ഉറക്കം കുറവായിരിക്കും. ഓക്കെ, വേദന എടുക്കുമോ ദോ എൻ്റെ മുഖത്ത് ഫില്ലറും ബോട്ടോക്സും ഒക്കെ ചെയ്യുവാണെങ്കിൽ പോലും ഒന്നുമില്ലാത്തൊരു ടെൻഷൻ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകാമെന്ന് പറയുമ്പോൾ. സോ ഞാൻ ഒരാളെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, പുള്ളി ഒരു പെയിനും ഇല്ലാതെയാണ് എനിക്ക് പ്രൊസീജിയേഴ്സൊക്കെ ചെയ്തു തരാറ്. അതേപോലെ മുഖത്തോട്ടൊരു ഇഞ്ചെക്ഷൻ അല്ലേ, എൻ്റെ കണ്ണിൻ്റെ അടുത്തോട്ട് ഇഞ്ചെക്ഷൻ അല്ലേ എന്ന് പറയുമ്പോൾ ആ ഒരു ട്രസ്റ്റ് ഒത്തിരി മാറ്റർ ചെയ്യില്ലേ നമ്മൾക്ക്? അത് പെയിനിൻ്റെ അത് മാത്രമല്ല, ഞാനിങ്ങനെ ഇത് റോങ് ആയാലുള്ള പ്രശ്നങ്ങളും ഭയങ്കരമായിട്ട് ഐ ഹവ് സീൻ ദാറ്റ്. കാരണം എവിഡൻ്റ്ലി ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യുക, കണ്ണിൻ്റെ അടിവശം വീർത്തിരിക്കുക, അതൊന്നും സംഭവിക്കാതെ നമ്മുടെ ആ നീറ്റായിട്ടുള്ള രീതിയിൽ അത് ആവശ്യത്തിന് മാത്രം എന്നുള്ളത് എപ്പോഴും ഒരു ഡോക്ടറുടെ ക്രാഫ്റ്റ് തന്നെയാണ്. ഞാൻ ട്രൂലി ബിലീവ് ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിലായാലും ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും ഇവിടുന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് എനിക്ക് ധൈര്യം പോലും ഇല്ല ചോദിക്കാൻ പോലും. ഇതെങ്ങനെ ഉണ്ടാവുന്ന പോലും ഞാൻ വേറെ ആൾക്കാരുടെ അടുത്ത് ചോദിക്കാറില്ല. കാരണം അതൊരു ക്രാഫ്റ്റ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിനെ പോലെ തന്നെ, ഇപ്പം നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഈ മുഖത്തിന് ഇത്രേ വേണ്ടൂ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത് ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കാര്യം. അത് നമുക്ക് അതിലും ഒരു ഡോക്ടറുടെ അടുത്തൊരു വിശ്വാസം
വേണം. ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഞാൻ ആളുടെ പേര് പറയുന്നില്ല. ഒരു കുട്ടി കൺസൾട്ടേഷന് വരുമായിരുന്നു കേട്ടോ. വെരി പ്രിട്ടി. ഐ ഫൈൻഡ് ഹർ വെരി പ്രിട്ടി. ഇപ്പം ഞാൻ ഒരു മലയാളി ആയതുകൊണ്ട് ഒരു ഓൺ സ്ക്രീനിൽ ഒരു മലയാളി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ് ആയിരിക്കുമല്ലോ ഞാനും ഇഷ്ടപ്പെടുക കാണുമ്പോഴും. അപ്പോൾ എൻ്റെ കണ്ണിൽ ഈ കുട്ടി ഭയങ്കര സുന്ദരിയാണ് കാണാൻ. ഓക്കെ, ഷീ ലുക്ക് സോ ക്യൂട്ട്. ഒരു ഹീറോയിനായിട്ടൊക്കെ ആണെങ്കിലും ഭയങ്കര സുന്ദരിയാണ്. അപ്പം ഈ കുട്ടി നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുന്ന പോലെ ഇതിന് ഫില്ലർ ചെയ്തേ പറ്റൂ. ഇതിന് ഫില്ലർ വേണം. എനിക്ക് ലിപ്സ് ചെയ്യണം, എനിക്ക് ചിൻ ചെയ്യണം. അപ്പം എൻ്റെ ഒരു കാൽക്കുലേഷൻ ഞാൻ ആ കുട്ടിയെ നോക്കുമ്പോൾ അത് ചിരിക്കുമ്പോഴും ഭംഗിയുണ്ട്, അതിനൊന്നും വേണ്ട. ഓക്കെ, ഞാൻ പറഞ്ഞു യു ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ സ്കിൻ ക്വാളിറ്റി. ഫില്ലർ വേണ്ട. ഫില്ലർ ഒരു പക്ഷേ മോശമാവും, ഔട്ട്കം മോശമാവും എന്ന് പറഞ്ഞു. ഞാൻ പതുക്കെ കാരണം ചെയ്തിട്ട് കൊള്ളില്ലെങ്കിൽ എന്ത് പറ്റി, എവിടെ നിന്നാണ് ചെയ്തത്, ഷീസ് ഗോൺ ടു കമൻറ്റ്, ഞാൻ ഡോക്ടർ അഞ്ജന അടുത്താണ് പോയത്, ഇതിങ്ങനെ ആയിപ്പോയി. പക്ഷേ എനിക്ക് തോന്നി ആ കുട്ടിക്ക് ഫില്ലർ വേണ്ട എന്നൊരു തോന്നൽ വന്നതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം പിന്നെ ഈ കുട്ടി വന്നിട്ടില്ല. ഓക്കെ, ഞാനും മറന്നുപോയി ഇന്ന ആൾ വന്നിട്ടില്ല എന്നുള്ളത്. മാസങ്ങൾക്ക് ശേഷം ഇതിൻ്റെ ഫ്രണ്ട് എന്നെ കോൺടാക്ട് ചെയ്യുന്നു ക്ലിനിക്കിൽ. ഡോക്ടർ ഒരു ഹെൽപ്പ് വേണം, ഇദ്ദേഹത്തിനൊരു വലിയൊരു ലോഞ്ച് വരുക. ഞാൻ പറഞ്ഞു പിന്നെന്താ, വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞു. ഒരു 1 വീക്കേ ഉള്ളൂ ടൈം. ആള് വേറൊരു സ്ഥലത്ത് പോയി ഫില്ലർ ചെയ്തു. ഓക്കെ, ഫില്ലർ ചെയ്തു. ആൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ആളുടെ മുഖം. ആളുടെ മുഖം ഇഷ്ടപ്പെടുന്നില്ല. അതെങ്ങനെയെങ്കിലും പഴയ പോലെ ആക്കി കൊടുക്കുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അത് ചെയ്ത ഡോക്ടർക്ക് തന്നെ സുഖമായി ചെയ്തു തരാൻ പറ്റുന്നേ ഉള്ളൂ. ബിക്കോസ് വി ഇൻജെക്ട് സംതിങ് കോൾഡ് ഹൈലുറോണിഡേസ്, ഒരു എൻസൈം. അത് ഇൻജെക്ട് ചെയ്ത് 5-10 മിനിറ്റ് കൊണ്ട് തന്നെ പഴയ പോലെ ആവും. പക്ഷേ എനിക്കൊരു ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഈ ഹൈലുറോണിഡേസ് ഇൻജെക്ട് ചെയ്യുമ്പോഴും ബ്രൂസ് ആവാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ജോ ലൈനിലൊക്കെ ഫില്ലർ ഇൻജെക്ട് ചെയ്യുമ്പം നമ്മൾക്ക് നീലിച്ചൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും തട്ടിയിട്ട് ചതഞ്ഞതുപോലെയൊക്കെ വരില്ലേ? ജിസ്മയ്ക്ക് ബ്രൂസ് ആക്കിയിട്ടുണ്ടോ? ഞാൻ ആക്കിയിട്ടുണ്ടോ? ഞാനൊരു എല്ലാവർക്കും ചിൻ ചെയ്യുന്ന എനിക്കങ്ങനെ എവിഡന്റ് ബ്രൂസസ് ഇതുവരെ വന്നിട്ടില്ല. അപ്പം ബ്രൂസ് ആവാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒരു പക്ഷേ 1 വീക്ക് കൊണ്ട് നിങ്ങൾക്കൊരു ഇവൻറ്റ് വരുന്ന സ്ഥിതിക്ക് ഇപ്പം ഞാനത് റിമൂവ് ചെയ്താലും ബ്രൂസ് ആവും. പിന്നെ ആ ബ്രൂസ് ആയിരിക്കുമല്ലോ ആൾക്കാർ കാണുന്നത്. ആ കുട്ടി മീഡിയയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പം ബ്രൂസിങ് ആയിരിക്കും നോട്ടീസ് ചെയ്യാൻ പോവുക. അപ്പം അതും പിന്നെ നമ്മൾ ചെയ്തു എന്നങ്ങ് തന്നെ ആവില്ലേ? അപ്പോൾ പറഞ്ഞില്ല കുഴപ്പമില്ല ഡോക്ടർ, ഞാൻ മേക്കപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം, നോ വറീസ് എന്നൊക്കെ പറഞ്ഞ ആൾ വന്ന് ഈ കുട്ടിയെ ഞാൻ കണ്ടപ്പം ഐ ഫെൽറ്റ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ പണ്ടായിരുന്നു ആ കുട്ടിക്ക് ഭംഗി കൂടുതൽ. പക്ഷെ ആ കുട്ടിക്ക് അത് കൺവിൻസിങ് ആയിരുന്നില്ല. ഓക്കെ, സോ ഷീ കംസ് ബാക്ക്. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ വലിയ വൃത്തികേടില്ല ആ ചെയ്ത ഫില്ലർ. പക്ഷെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി എവിടെയോ തോന്നി. ചിന്നൊക്കെ ഇത്രയും നീളത്തിലാക്കി വെച്ചു. ഇപ്പം നമ്മളിടയ്ക്ക് കുറേ ഞാൻ പേരുകൾ പറയുന്നില്ല, പലരെയും പോലെ ചില ആക്ടേഴ്സൊക്കെ ഒരുപോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, ഞാൻ പേര് പറയുന്നില്ല, അത് ഒരേപോലെ എല്ലാവരുടെയും ചിഹ്നമാക്കി വെക്കുമ്പോൾ ഇപ്പം നമ്മൾക്കൊക്കെ ചില കുറവുകൾ കാണും. ആ കുറവുകളായിരിക്കും നമ്മുടെ ഒരു ഭംഗി. അപ്പോൾ ഈ കുട്ടി ഇത് വന്നു, പിന്നെ മൂക്ക് ചെയ്തിട്ടുണ്ട്, എവിടേക്കോ അത് ചെയ്തു. ആൻഡ് ഓൾ ടുഗെദർ ഷീ ലുക്ക്ഡ് ക്യൂട്ട് ബിക്കോസ് അതൊരു ക്യൂട്ട് ലുക്കിംഗ് ഗേൾ ആയതുകൊണ്ട്. പക്ഷെ ആകമൊത്തം എവിടേക്കോ ഒരു പ്രശ്നം. അപ്പം ഞാൻ പറഞ്ഞു ബ്രൂസ് ആവുമേ, വേണമെങ്കിൽ ചെയ്താൽ മതി, മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് പറഞ്ഞിട്ട് അവരത് ക്യാമഫ്ലാജ് ചെയ്ത് തരും എന്നൊക്കെ പറഞ്ഞിട്ടും ആൾ സമ്മതിക്കുന്നില്ല. എനിക്കിത് കളഞ്ഞേ പറ്റൂ ഡോക്ടർ എന്നും പറഞ്ഞിട്ട് കരയുവാ കുട്ടി. അങ്ങനെ ഞാൻ പറഞ്ഞു 5 ദിവസം ഒരു 1 വീക്ക് കൊണ്ട് ഇതിനൊരു ഇവൻറ്റും വരുന്നു, ബ്രൂസ് ആയാലും നമ്മുടെ പേര് പോവില്ലേ എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലത്തെ പേടി. ദോ ബ്രൂസിങ് ഈസ് എ നോർമൽ കോമൺ സിനാരിയോ. അപ്പം ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ചു. ആ കുട്ടിയുടെ എൻറ്റയർ ഫില്ലർ മുഴുവൻ അലിയിച്ച് കളഞ്ഞു. ഓക്കെ, മുഴുവൻ ഇഞ്ചെക്ഷൻസ് വെച്ചിട്ട് ഹൈലൈസ് ചെയ്ത് കളഞ്ഞു. വിത്തിൻ 10-15 മിനിറ്റ്സ് അത് മൊത്തം പോയി. മുഴുവൻ നമ്മുടെ മുന്നിൽ തന്നെ അത് മൊത്തം അത് ഡിസോൾവ് ആവുന്ന നമ്മൾക്ക് കാണാൻ പറ്റും. അത് മുഴുവൻ പോയിട്ട് ഷി വാസ് സോ ഹാപ്പി. പിന്നെ എനിക്ക് ടെൻഷൻ തീർന്നിട്ടില്ല ബ്രൂസ് ആയോ എന്നുള്ളത്. നെക്സ്റ്റ് ഡേ ആകുമ്പോഴാണല്ലോ അറിയുന്നത്. അടുത്ത ദിവസം ക്ലിനിക്കിൽ നിന്ന് മാനേജർ ഫോൺ ചെയ്ത് ചോദിച്ചു, ബ്രൂസ് ആയോ? ദൈവാനുഗ്രഹം കൊണ്ട് ഒരു ബ്രൂസും വന്നില്ല. ആൻഡ് അവളുടെ ലോഞ്ച് നന്നായിട്ട് പോയി. സോ അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ചില സമയം നമ്മൾ ഇപ്പം ആസ് എ ഡോക്ടർ ഞാനൊരു നോ പറയുവാണെങ്കിൽ എനിക്കും കൂടെ ശരി എന്ന് തോന്നുന്നതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ എല്ലാ ശരികളും ഒരു 100% ശരിയാവണം എന്നില്ല. ബിക്കോസ് വി ഓൾ ഹാവ് അൺഹാപ്പി ക്ലയൻസ് ഓൾസോ, അല്ലേ? ഇപ്പം നമ്മൾ ദൈവം അല്ലല്ലോ, അല്ലേ? നമ്മൾ ദൈവങ്ങളോട് തന്നെ എല്ലാവരും ഒരേപോലെ പ്രാർത്ഥിച്ചാലും എല്ലാ ആഗ്രഹങ്ങളും ദൈവം അപ്പം തന്നെ സാധിച്ചു തരുന്നുമില്ല, അല്ലേ? അതേപോലെ നമ്മളാരും ദൈവങ്ങളല്ല. പക്ഷേ
നമ്മൾക്കിപ്പം ഒരു ഡോക്ടർക്ക് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് ഇഫ് ദേ സേ നോ ടു യു, യു ബെറ്റർ ലിസൺ ടു ദാറ്റ്. അതെ. കാര്യം നമ്മുടെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങളുടെ ഇടയിൽ ഇൻസെക്യൂരിറ്റീസിൻ്റെ പുറകെ ഒത്തിരി പോവുകയാണെങ്കിൽ മോസ്റ്റ്ലി അതൊരു വലിയ പണിയിലായിരിക്കും വരിക. എത്ര ചെയ്താലും പോരാൻ തോന്നും, പിന്നെയും പിന്നെയും ചെയ്തോണ്ട്. എനിക്കും അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, അതിപ്പോൾ ഞാൻ പറയുന്നില്ല. അതിനോ അപ്പോൾ എനിക്കിപ്പോൾ ഫില്ലറൊക്കെ ആ സമയത്ത് എടുക്കുന്നതിനോട് ഒരു ഇച്ചിരി എനിക്കറിയത്തില്ല, എനിക്ക് ആ സമയത്ത് മെൻ്റലി ഐ വാസ് നോട്ട് പ്രിപ്പയർ ഫോർ ദാറ്റ്. അപ്പം ഫില്ലർ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളപ്പോഴാണ് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് ഹൈഫു എന്ന് പറഞ്ഞിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന്. ഭയങ്കര ഫ്രഷ് ഫീലുമായി ഓൺ സ്ക്രീൻ കുറച്ചും കൂടെ ചാം വന്നു ഭയങ്കരമായിട്ട്. അത് പെട്ടെന്ന് ആൾക്കാർ പെട്ടെന്ന് ഈ നല്ല രസമുണ്ട് അങ്ങനെ പറയാൻ തുടങ്ങി. ടീനേജേഴ്സിനോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി സ്കിൻ കളറിൻ്റെ പുറകെയും സ്കിൻ ലൈറ്റനിങ്ങിൻ്റെ പുറകെയും ഒന്നും പോയിട്ട് കാര്യമില്ല. ബിക്കോസ് obviously they can't do justice to whatever treatment we suggest. അപ്പം ഞാൻ പറയാം, ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സുള്ള ഒരു സാധനവും ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല. സ്കിൻ ആൻഡ് ഹെയർ കെയർ ഒന്നും എടുക്കണ്ടെന്ന് മാർക്കറ്റിംഗ് ടീമിൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞു. ഏറ്റവും വലിയ ഹാം ദാറ്റ് യു ആർ ഡൂയിങ് ടു യുവർ ഹെയർ. ഓക്കെ, സോ ടവൽ വെച്ചിട്ട് റിങ് ചെയ്ത് വെച്ചിട്ട് ഒപ്പിയെടുക്കുക എന്ന് പറയില്ലേ, ദാറ്റ് ഇസ് എ ബെസ്റ്റ് തിങ് ടു ഡു. സ്കിൻ കെയർ ഫോളോ ചെയ്യുന്ന ആളാണ് വിമൽ. പ്രോപ്പറായിട്ട് ഫേസ് വാഷും സെറവും മോയ്സ്ചറൈസറും എല്ലാം അപ്ലൈ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർവെല്ലിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. കൃത്യമായിട്ട് ഫോളോ ചെയ്യും. വൈറ്റമിൻ സി എടുക്കുന്നുണ്ട്. പുരുഷന്മാർക്ക് കുറച്ച് ചുളിവുകളും ആ ഒരു മാസ്കുലിനിറ്റി മെയിൻറ്റെയിൻ ചെയ്യണ്ടേ, കുറച്ച് ആ റഗഡ് ലുക്കിന് വേണ്ടി കുറച്ച് ചുളിവ് വേണം, കുറച്ച് കുഴി വേണം, കുറച്ച് ലൈൻസ് വേണം. അപ്പോൾ കറക്റ്റായിട്ടൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക, നമ്മുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻ എന്താ മനസ്സിലാക്കുക, സ്കിൻ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കുക, നമുക്ക് പറ്റിയ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക.